everyone, welcome to Franklin's Lectures, India's #1 engineering education platform. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്ലസ് ടുവിലെ നമ്മുടെ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും റിയാക്ഷൻസും ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. നമ്മൾ കോർഡിനേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അതുപോലെ ഇതിൽ നമ്മൾ ഒരുപാട് നെയിംഡ് റിയാക്ഷൻസും ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ആൽഡിഹൈഡിലാണെങ്കിലും കീറ്റോണിലാണെങ്കിലും അതുപോലെ കാർബോക്സിലിക് ആസിഡിലാണെങ്കിലും നമ്മൾ ഒരുപാട് റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഒരു ചാപ്റ്റർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിയാക്ഷൻസ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഈസ് മോർ റിയാക്റ്റീവ് എമംഗ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ? എക്സ്പ്ലെയിൻ. ഏതാണ് കൂടുതൽ റിയാക്റ്റീവ്, ആൽഡിഹൈഡ് ആണോ അതോ കീറ്റോൺ ആണോ? നോക്കാം. ആൽഡിഹൈഡിനും കീറ്റോണിനും പ്രത്യേകത എന്താ? ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽഡിഹൈഡിന് എന്താണ്? RCHO എന്നുള്ള ഫോമിലാണ് ആൽഡിഹൈഡ്. കീറ്റോൺ ആണെങ്കിലോ RCOR അല്ലേ? അപ്പൊ ആൽഡിഹൈഡ് എടുക്കുന്ന സമയത്ത് അതിന് ഒരൊറ്റ R ഗ്രൂപ്പേ ഉള്ളൂ. പക്ഷെ കീറ്റോൺ എടുക്കുന്ന സമയത്ത് അതിന് 2 R ഗ്രൂപ്പ് ഉണ്ട്. കാരണം RCOR ഇതാണ് ഇതിന്റെ ജനറൽ ഫോം. മറ്റേതാണെങ്കിലോ RCHO ഒറ്റ R ഗ്രൂപ്പുള്ള, മറ്റേ 2 R ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ 2 R ഗ്രൂപ്പ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരുപാട് ബൾക്കിനെസ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ കീറ്റോൺ എന്ത് സംഭവിക്കും? 2 R ഗ്രൂപ്പ് ഉണ്ട്, 2 സൈഡിലും R ഗ്രൂപ്പ്, നടുവിലാണ് നമ്മുടെ C ഡബിൾ ബോണ്ട് O. ഈ C ഡബിൾ ബോണ്ട് O നടുവിലും അതിന്റെ 2 സൈഡിൽ എന്തുണ്ട്? 2 ആൽഡിഹൈഡ്സും ഉണ്ട്, അല്ല 2 R ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ ബൾക്കിനെസ് കൂടും. അതിന് ഒരുപാട് R ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് അതിന്റെ ബൾക്കിനെസ് ഒക്കെ കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടും. ബൾക്കിനെസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടും. അപ്പൊ നമ്മുടെ ആൽഡിഹൈഡ് എടുക്കുന്ന സമയത്ത് അതിനെന്തല്ലോ ഒറ്റ R ഗ്രൂപ്പേ ഉള്ളൂ, മറ്റേ സൈഡിൽ ആൽഡിഹൈഡ് ആണ്. അപ്പൊ അതിന് ഒറ്റ സൈഡിൽ എന്തുള്ളൂ? R ഗ്രൂപ്പ് ഉള്ളൂ. അപ്പൊ അതിനെന്താണ്? അതിന്റെ ബൾക്കിനെസ് കുറവാണ്, അതുപോലെ തന്നെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ഇലക്ട്രോൺ ഡൊണേഷൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ആൽഡിഹൈഡ് എടുക്കുന്ന സമയത്ത് എന്തുള്ളൂ? അതിന് ഒറ്റ R ഗ്രൂപ്പ് ഉള്ളൂ. അപ്പൊ എന്തല്ലോ ഒറ്റ പ്രാവശ്യം ഈ ഒരു ആറിന് മാത്രമേ എന്ത് പോവുള്ളൂ? ഇലക്ട്രോൺസ് പോവുള്ളൂ, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കീറ്റോൺ എടുക്കുന്ന സമയത്ത് എന്തുണ്ട്? അതിന് 2 R ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? അപ്പൊ ഈ 2 R എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിനെ അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ ഇലക്ട്രോൺ ഡൊണേഷൻ എഫക്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇത് നമ്മുടെ കീറ്റോണില്. ഓക്കെ, ഇത് ആദ്യം ഓർത്ത് വെക്കാം. അപ്പൊ നമ്മുടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാവണം. നമുക്ക് റിയാക്ടിവിറ്റി കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ലെസ് സ്റ്റെറിക് ഹിൻഡ്രൻസ് ആവണം, അതുപോലെ തന്നെ ലെസ് ഇലക്ട്രോൺ ഡൊണേഷൻ ആവണം. ഓക്കെ, അത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കീറ്റോണിന് സ്റ്റെറിക് ഹിൻഡ്രൻസും കൂടുതലാണ്, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡൊണേഷൻ കപ്പാസിറ്റിയും കൂടുതലാണ്. അപ്പൊ നമ്മുടെ ആൽഡിഹൈഡ് ആണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ട് മാറാം. ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ്. കാരണം ലെസ് സ്റ്റെറിക് ഹിൻഡ്രൻസും അതുപോലെ തന്നെ ലെസ് ഇലക്ട്രോൺ ഡൊണേഷൻ കപ്പാസിറ്റി ആണ്. അതുകൊണ്ടാണ് ആൽഡിഹൈഡ്സിന് മോർ റിയാക്റ്റീവ് ആയത്. ഓക്കെ, ഈ സ്റ്റെറിക് ഹിൻഡ്രൻസ് അവർ ഒരുപാട് ബൾക്കിനെസ് ഇൻക്രീസ് ചെയ്യും. ബൾക്കിനെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് എന്ത് ചെയ്യും? അവരുടെ റിയാക്ടിവിറ്റി കുറയും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരുപാട് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? നമ്മുടെ കീറ്റോണിന് ഡൊണേറ്റ് ചെയ്യും. പക്ഷെ ആൽഡിഹൈഡിന് എന്തുള്ള ഒറ്റ R ഗ്രൂപ്പുകൾ. അപ്പൊ എന്തുള്ള കുറച്ച് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുള്ളൂ നമ്മൾ കീറ്റോണിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ആൽഡിഹൈഡ്സ് ആണ് മോർ റിയാക്റ്റീവ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഡിസ്ക്രൈബ് എനി 2 ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ആൽഡിഹൈഡ്സ് ഫ്രം കീറ്റോൺസ്. ആൽഡിഹൈഡ്സും കീറ്റോൺസിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റ്, 2 ടെസ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ടെസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ് ഈ 2 ടെസ്റ്റും. 2 ടെസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ടൊള്ളൻസ് ടെസ്റ്റും അതുപോലെ തന്നെ ഒന്ന് ഫെർലിങ്സ് ടെസ്റ്റും ആണ്. എന്തൊക്കെയാണ്? ടൊള്ളൻസ് ടെസ്റ്റും ഫെർലിംഗ് ടെസ്റ്റും. ഒന്നെന്താണ്? ടൊള്ളൻസ് ടെസ്റ്റ് ആണ്. ടൊള്ളൻസ് ടെസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് നമ്മുടെ റിയേജന്റ്. അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് നമ്മുടെ റിയേജന്റ്. നമ്മൾ ഈ ടെസ്റ്റിന് ഒരു പേരും കൂടി പറയും, സിൽവർ മിറർ ടെസ്റ്റ് എന്നും കൂടി പറയും. സിൽവർ മിറർ ടെസ്റ്റ് എന്നും കൂടി നമ്മൾ എന്ത് പറയും? ഈ ടെസ്റ്റിനെ പറയും. ഓക്കെ, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാണ്? നമ്മുടെ റിയേജന്റ്, ടൊള്ളൻ ടെസ്റ്റിലെ റിയേജന്റ് എന്ന് പറയുന്നത് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് നമ്മുടെ റിയേജന്റ്. അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. അതായത് AgNO3 + NH3. AgNO3 + NH3 ആണ് നമ്മുടെ റിയേജന്റ് ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ പഠിക്കണം. അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. ഇവിടെ എന്ത് സംഭവിക്കും? ഇവര് ആൽഡിഹൈഡ്സിന് എന്ത് കാണിക്കും?
മെറ്റാലിക് സിൽവർ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ആണ് ടെസ്റ്റ് ചെയ്യുക. നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആൽഡിഹൈഡ്സ് ആണെങ്കിൽ നമുക്ക് അതിലൊരു സിൽവർ മിറർ, ഒരു സിൽവറിന്റെ ഇതിങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ ഇത് ലാബിൽ ചെയ്യുന്ന റിയാക്ഷൻ തന്നെയാണ്. ആൽഡിഹൈഡ്സ് എന്ത് കാണിക്കും? ആൽഡിഹൈഡ്സ് എന്ത് കാണിക്കും? മെറ്റാലിക് സിൽവർ അല്ല, മെറ്റാലിക് സിൽവർ കാണിക്കും. ഓക്കെ, ആൽഡിഹൈഡ്സ് മെറ്റാലിക് സിൽവർ കാണിക്കും. പക്ഷെ നമ്മുടെ കീറ്റോൺസ് എന്തില്ല? കീറ്റോൺസിൽ നമ്മൾ കീറ്റോൺസ് ആണ് എടുക്കുന്നതെങ്കിൽ കീറ്റോൺസ് ഒരു റിയാക്ഷൻ തരില്ല. കീറ്റോൺസോ നോ റിയാക്ഷൻ ആണ് സംഭവിക്കുക. കീറ്റോൺസിന് നോ റിയാക്ഷൻ. ആൽഡിഹൈഡ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു മെറ്റാലിക് സിൽവർ കാണിക്കും. ഓക്കെ, അപ്പൊ തന്നെ നമ്മൾ ഇക്വേഷനും കൂടി പഠിക്കണം. ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തില്ല? കീറ്റോൺസിന് ഒന്നും പഠിക്കണ്ട. കീറ്റോൺസിന് കാരണം എന്താണ്? കീറ്റോൺസ് ടൊള്ളൻ ടെസ്റ്റിൽ എന്ത് കാണിക്കുന്നില്ല? ഒരു റിയാക്ഷനും കാണിക്കുന്നില്ല, ഒരു സിൽവർ മിറർ ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആൽഡിഹൈഡ്സ് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ സിൽവർ മിറർ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ആൽഡിഹൈഡ് ആണെന്ന്. അങ്ങനെയാണ് എന്ത് ഈ ടെസ്റ്റ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എന്ത് നോക്കാം? നമുക്ക് ഇതിന്റെ ഇക്വേഷൻ നോക്കാം. നമ്മൾ എന്താണ് എടുക്കുന്നത്? ആൽഡിഹൈഡ് ആണ് എടുക്കുന്നത്. അപ്പൊ ആൽഡിഹൈഡ് ഞാൻ എന്ത് കൊടുത്തു? RCHO. എന്ത് കൊടുത്തു? RCHO. പിന്നെ നമ്മൾ എന്ത് എടുത്തു? നമ്മുടെ റിയേജന്റ്. റിയേജന്റ് ആരാണ്? അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് നമ്മുടെ റിയേജന്റ്. NH3 ഇതാണ് നമ്മുടെ റിയേജന്റ്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ റിയാക്ഷൻ ചെയ്യും. റിയാക്ഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെന്ത് കാണിക്കും? RCOO- കാണിക്കും. അതുപോലെ തന്നെ സിൽവർ, ഈ 2Ag ആണ് എന്ത് കാണിക്കുന്നത്? ഈ 2Ag ആണ് അതിന്റെ ആ ഒരു സിൽവർ, മെറ്റാലിക് സിൽവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2H2O + 4NH3. ഇത്രയും സംഭവങ്ങളാണ് ഈ റിയാക്ഷനിൽ നമുക്ക് കിട്ടുക. ഇതാണ് എന്ത്? നമ്മുടെ ടൊള്ളൻ ടെസ്റ്റ്. ടൊള്ളൻ ടെസ്റ്റ് എന്നാൽ സിൽവർ മിറർ ടെസ്റ്റ്. അവിടെ നമ്മൾ റിയേജന്റ് എന്താണ്? അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് നമ്മുടെ റിയേജന്റ്. അതുപോലെ തന്നെ ഇതെന്താണ്? ആൽഡിഹൈഡ്സിൽ മെറ്റാലിക് സിൽവർ കാണിക്കും. അതിന്റെ റിയാക്ഷൻ ആണ്. നമ്മളൊരു ആൽഡിഹൈഡ് എടുത്തു, അതിന് നമ്മുടെ ടൊള്ളൻ എന്താണ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ഈ 2Ag എന്ന് പറഞ്ഞ സിൽവർ ആണ്. ഈ സിൽവർ ആണ് എന്ത്? നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ ആ സിൽവറിന്റെ കളറിൽ മെറ്റാലിക് സിൽവർ കാണിക്കുന്നത്. ഇതാണ് എന്ത്? നമ്മുടെ ആൽഡിഹൈഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ, ആൽഡിഹൈഡ്സിനെ കീറ്റോൺസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള റിയാക്ഷൻ ടെസ്റ്റ് ആണ്. അപ്പൊ ഇതില്ല, കീറ്റോൺസിന് എന്ത് കാണിക്കൂല? ഒരു റിയാക്ഷനും കാണിക്കൂല. ഇതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. നമ്മൾ 2 ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ടെസ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് ആണ് നമ്മുടെ ഫെർലിംഗ് ടെസ്റ്റ്. എന്താണ്? ഫെർലിംഗ് ടെസ്റ്റ്. നമുക്കിവിടെ 2 റിയേജന്റ് ഉണ്ട്. ഫെർലിംഗ് ടെസ്റ്റിൽ നമുക്ക് എന്തുണ്ട്? 2 റിയേജൻസ് ഉണ്ട്. റിയേജൻസ് ഏതൊക്കെയാണ്? ഫെർലിംഗ് സൊല്യൂഷൻ എയും ഫെർലിംഗ് സൊല്യൂഷൻ ബിയും. അപ്പൊ ഫെർലിംഗ് A ആൻഡ് B ഇങ്ങനെ 2 റിയേജൻസ് നമുക്ക് ഈ റിയാക്ഷനിൽ ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആൽഡിഹൈഡ്സ് എന്ത് ചെയ്യും? Cu2+, കോപ്പർ അയോൺസിന് എന്ത് ചെയ്യും? Cu2 കുപ്രേറ്റ് ആയിട്ട് മാറ്റും. എന്ത് കാണിച്ചും? ആൽഡിഹൈഡ്സ് Cu2+ നെ Cu2O കുപ്രേറ്റ് ആയിട്ട് മാറ്റും. ഇവിടെ എന്ത്? ആൽഡിഹൈഡ് എന്ത് ചെയ്യും? ആൽഡിഹൈഡ്സ് എന്ത് ചെയ്യും? ആൽഡിഹൈഡ്സ് Cu2+ നെ എന്താക്കി മാറ്റും? Cu2O ആക്കി മാറ്റും. ഇതാണ് ഇവിടെ നടക്കുക. കീറ്റോൺസ് എടുക്കുന്ന സമയത്തോ? കീറ്റോൺസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ടൊള്ളൻ ടെസ്റ്റ് പോലെ തന്നെ എന്താണ്? നോ റിയാക്ഷൻ ആണ് ഉണ്ടാവുക. എന്താണ്? നോ റിയാക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഇതുകൂടി നോക്കാം. അപ്പൊ എന്ത് വരും? എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? RCHO എടുത്തു. അപ്പൊ നമ്മളിവിടെ ഫെർലിംഗ് ടെസ്റ്റ് സൊല്യൂഷനിൽ എന്താണ്? Cu2+ ആണ് നമ്മുടെ റിയേജന്റ് ആയിട്ട് വരുന്നത്. പിന്നെ എന്ത് കൊടുത്തു? 5OH- കൂടി വരുന്ന സമയത്ത് എന്ത് വരും? RCOO- + Cu2O. ഇവിടെ എന്ത് ഫോം ചെയ്യും? Cu2O ഫോം ചെയ്യും. പ്ലസ് എന്ത് വരും? H2Oയും ഫോം ചെയ്യും. ഇതാണ് എന്ത്? നമ്മുടെ ഏത് ടെസ്റ്റ്? നമ്മുടെ ഫെർലിംഗ് ടെസ്റ്റ്. ഫെർലിംഗ് ടെസ്റ്റിൽ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ Cu2+ എന്തായിട്ട് മാറും? Cu2+ Cu2O ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് എന്ത്? ഫെർലിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് വരും? Cu2Oയും അതുപോലെ തന്നെ H2O വാട്ടറും ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ എന്താണ്? കീറ്റോൺസ് എന്ത് നടക്കില്ല? ഒരു റിയാക്ഷനും കാണിക്കൂല. എന്ത് കാണിക്കുള്ളൂ? ആൽഡിഹൈഡ്സ് മാത്രം റിയാക്ഷൻ കാണിക്കുള്ളൂ. അപ്പൊ ഈ 2 ടെസ്റ്റ് ആണ് എന്ത്? ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും എന്ത് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. അപ്പൊ ആൽഡിഹൈഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. കീറ്റോൺസിൽ നിന്ന് ആൽഡിഹൈഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള റിയാക്ഷൻ എന്ത്? ടൊള്ളൻ ടെസ്റ്റും അതുപോലെ തന്നെ എന്ത്? ഫെർലിംഗ് ടെസ്റ്റും. ഇമ്പോർട്ടന്റ് ആണ് ഈ ടൊള്ളൻ ടെസ്റ്റും ഫെർലിംഗ് ടെസ്റ്റും പഠിക്കട്ടോ. ഒന്നിതാണ്, രണ്ടാമത്തതോ ഇതാണ്. അപ്പൊ ഇത് രണ്ടും നോക്കുക. ടൊള്ളൻ ടെസ്റ്റും അതുപോലെ തന്നെ എന്ത്? ഫെർലിംഗ് ടെസ്റ്റും. ക്ലിയർ അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 റിയേജൻസ് ഓർത്ത് വെക്കുക. ടൊള്ളൻ ടെസ്റ്റിൽ എന്താണ്? അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. ഫെർലിംഗ് ടെസ്റ്റിലോ ഫെർലിംഗ് A ആൻഡ് ഫെർലിംഗ് B ആണ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടും എന്തില്ല? കീറ്റോൺസിന് ഒരു റിയാക്ഷൻ നടക്കൂല. ഓക്കെ,
ഇവിടെ എന്താണ് ആൽഡിഹൈഡ്സിൽ ഇവിടെ കാണിക്കുന്ന കളർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേർലിംഗ് റിയേജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ബ്രിക്ക് റെഡ് കളറാണ്, ഒരു ബ്ലൂ സൊല്യൂഷൻ ആണ്, ഇവരൊരു ബ്ലൂ സൊല്യൂഷൻ ആണ്, ഇവരെന്തായി മാറും, ഒരു ബ്രിക്ക് റെഡ് കളർ ആയിട്ട് മാറും. ഇവരെന്ത് ചെയ്യും, ബ്ലൂ സൊല്യൂഷൻ കൺവേർട്ടഡ് ടു ബ്രിക്ക് റെഡ്. എന്താണ് ആൽഡിഹൈഡ്സിൽ എന്ത് സംഭവിക്കും, ബ്ലൂ സൊല്യൂഷൻ. അപ്പൊ നമ്മുടെ ഫേർലിംഗ് ടെസ്റ്റിന്റെ ഒറിജിനൽ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ സൊല്യൂഷൻ ആണ്, വിച്ച് ഈസ് കൺവേർട്ടഡ് ടു എന്താണ് ബ്രിക്ക് റെഡ് കളർ ആയിട്ട് മാറും. ബ്ലൂ സൊല്യൂഷൻ ഈസ് കൺവേർട്ടഡ് ടു എന്തായിട്ട് മാറും, ബ്രിക്ക് റെഡ് കളർ ആയിട്ട് മാറും, ബ്രിക്ക് റെഡ് കളർ ആയിട്ട് മാറും. ഇതാണ് എന്ത് നമ്മുടെ ടെസ്റ്റുകൾ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ റെപ്രസെന്റിംഗ് ദ അഡീഷൻ ഓഫ് HCN ഓൺ CH3CHO. നമ്മളായത് ഒരു ആൽഡിഹൈഡിൽ എന്ത് HCN ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായിരിക്കും എക്സാമിന് ചിലപ്പം ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇതെന്താണ്, ഇതൊരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. ചിലപ്പം ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ഈ ഒരു രീതിയിലാവും എന്ത് വരിക, നമ്മുടെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാവും ചോദിക്കുക. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആരാണ്, CH3CHO അല്ലേ, അതിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്തു, HCN ആഡ് ചെയ്തു. അപ്പൊ ഇതൊരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഇവിടെ ഈ CH3CHO ഈ HCN ഉം H എന്ത് ചെയ്യും, നമ്മുടെ ഈ ആൽഡിഹൈഡ് ഉണ്ടല്ലോ, ആൽഡിഹൈഡിന്റെ അടുത്തോട്ട് പോകും. അവിടെയാണ് എന്ത് അറ്റാക്ക് നടക്കുന്നത്. ഈ അറ്റാക്ക് നടക്കുന്നത് എവിടെയാണ്, CH3CHO ഈ ആൽഡിഹൈഡിന്റെ സൈഡിലാണ് എന്ത് നടക്കുന്നത്, HCN അറ്റാക്ക് നടക്കുന്നത്. ഇങ്ങനെ ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് എന്ത്, HCN ഉം CH3CHO തമ്മിലുള്ള റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവരെന്ത് ചെയ്യും നമ്മുടെ CHO അടുത്തേക്ക് വരും. അപ്പൊ എന്ത് സംഭവിക്കും, ഓൾറെഡി അവിടെ എന്തുണ്ട്, CH3 ഉണ്ട്, അവിടേക്ക് ആരും വരില്ല, CH3ന്റെ അടുത്തേക്ക് ആരും വരില്ല. നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽഡിഹൈഡിന്റെ അടുത്തേക്കാണ് എന്ത് വരിക, നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ വരാം. ഓക്കെ, CH എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഓന്റെ അടുത്തേക്ക് നമ്മുടെ H വരും. ഓക്കെ, അതിന്റെ ബാക്ക് ഇവിടെ എന്തുണ്ടാവും, CN വരും. ഇതാണ് എന്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. എന്താണ് ഇവിടെ എന്ത് സംഭവിക്കും, ഇതൊരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. H എന്ത് ചെയ്യും, നമ്മുടെ ഓന്റെ അടുത്തേക്കും അതുപോലെ തന്നെ CN അവിടേക്കും വരും. ഇവരെന്ത് ചെയ്യും, ഈ എന്താണ് നമ്മുടെ ആൽഡിഹൈഡ് നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ അടുത്തോട്ടാണ് എന്ത് വരിക, ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് വരുന്നത്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേരാണ് അസെറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രീൻ. എന്താണ് അസെറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രീൻ, അസെറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രീൻ. ഇതാണ് എന്ത് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് CH3CHO പ്ലസ് HCN. അതായത് CH3CHO എന്തെയും HCN-നുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതെന്തെയും ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തും. ഇതാണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. എന്താണ് നമുക്കൊരു റിയാക്ഷൻ അത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ചാപ്റ്ററിലെ ഓരോ റിയാക്ഷൻസും ഓരോ നെയിംഡ് റിയാക്ഷൻ ആവട്ടെ, ഇപ്പൊ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷന്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, പിന്നെ കുറച്ച് നെയിംഡ് റിയാക്ഷൻ, ഇത്രയാണ് നമ്മുടെ ആൽഡിഹൈഡ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ഏത് ഓർഗാനിക് ചാപ്റ്റർ എടുത്താലും ഉണ്ടാവും. അപ്പൊ ഒരു റിയാക്ഷൻ എന്ത് ചെയ്യാൻ നല്ല വൃത്തിക്ക് പഠിച്ചു പോകും. അതിന്റെ പേരും അതുപോലെ തന്നെ എന്താണ് റിയേജൻസും ഇക്വേഷനും നല്ല വൃത്തിക്ക് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നോക്കാം. ഹൗ ഈസ് ആൽക്കെയ്ൻ നൈട്രൈൽ കൺവേർട്ടഡ് ഇൻടു കീറ്റോൺ. ഒരു കീറ്റോണിനെ അതായത് ആൽക്കെയ്ൻ നൈട്രൈനെ നമുക്ക് എങ്ങനെ കീറ്റോൺ ആക്കി മാറ്റാൻ പറ്റും, ആൽക്കെയ്ൻ നൈട്രൈനെ നമുക്ക് എങ്ങനെ കീറ്റോൺ ആക്കി മാറ്റാൻ പറ്റും. ആൽക്കെയ്ൻ നൈട്രൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, C∼N, അതാണ് ആൽക്കെയ്ൻ നൈട്രൈൻ. അതിനെ നമുക്ക് എങ്ങനെ എന്താക്കി മാറ്റണം, കീറ്റോൺ ആക്കി മാറ്റണം. അപ്പൊ ഇങ്ങനെയുള്ളതിനെ കീറ്റോൺ ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്യാം. അപ്പൊ ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ആൽക്കെയ്ൻ നൈട്രൈൻ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, കീറ്റോൺ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അതിന്റെ നോക്കാം, ഇക്വേഷൻ ആണ് ഞാൻ എഴുതുന്നത്. എന്താണ് RC∼N. ഇതാണ് എന്ത് നമ്മുടെ ആൽക്കെയ്ൻ നൈട്രൈൻ. എന്താണ് ആൽക്കെയ്ൻ നൈട്രൈൽ ആണ് എന്ത് നമ്മുടെ RC∼N. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിലോട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യും. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് R'∗MgX. MgX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഹാലജൻസ് Br, Cl, അയഡിൻ, ഫ്ലൂറിൻ, ഇങ്ങനെയുള്ള X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹാലജൻസ് ആണ് എന്ത് നമ്മുടെ RgMgX. Mg എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം, R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R' എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CH3CHO, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഇതെന്താണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. എന്ത് ചെയ്യും, ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ RC∼ ഉണ്ടല്ലോ, ആ ട്രിപ്പിൾ ബോണ്ടിന്റെ അവിടെ എന്ത് നടക്കും, റിയാക്ഷൻസ് നടക്കും. അപ്പൊ എന്ത് വരും, H3O+ന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ പോകുന്നത്.
ഇവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്ത് ചെയ്യും? ഈ എന്നും MgX ഒക്കെ കൂടി പോയിട്ട് അവിടേക്ക് നമ്മുടെ ഈ ഒരു R ഡാഷ് അവിടേക്ക് വരും. ഓക്കെ, അപ്പൊ എന്ത് വരും? കീറ്റോൺ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ എന്ത് വരും? RCOR ഡാഷ്. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത്? കീറ്റോൺ. ഇത് നമ്മുടെ കീറ്റോൺ. ഓക്കെ, ഇവിടെ എന്ത് സംഭവിച്ചത്? ഇവിടെ നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്റർമീഡിയറ്റ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട, അത്രയും ടഫ് ആയിട്ട് പോകണ്ട. നമുക്ക് ജസ്റ്റ് റിയാക്ഷൻ മാത്രം പഠിച്ചാൽ മതി. ഈ R ഡാഷ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഈ ബോണ്ടൊക്കെ ബ്രേക്ക് ആവും. ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ ബോണ്ടൊക്കെ ബ്രേക്ക് ആവും. ഈ N ഇങ്ങോട്ടൊക്കെ പോകും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? H3O+ പ്രസൻസിൽ ഇവർക്ക് നമുക്ക് കീറ്റോൺ കിട്ടും. ഇവിടെയുള്ള O ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ R ഡാഷ് വന്നത്, ഈ R ഡാഷ് ഏതാണ്? നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റിലുള്ള R ഡാഷ് ആണ് എന്ത് ഇവിടെ കാണുന്ന R ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് എന്ത്? ഈ ട്രിപ്പിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് എന്റെ എവിടെയാണ് എന്ത്? RMgX വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അവിടെയാണ് എന്ത് നടക്കുന്നത്? റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് കീറ്റോൺ കിട്ടുന്നത്. ഓക്കെ, ആൽക്കൈൽ നൈട്രൈലിനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? കീറ്റോൺ കിട്ടുക. അപ്പൊ ആൽക്കൈൽ നൈട്രൈലിന് കീറ്റോൺ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ചിട്ട് റിയാക്ഷൻ നടത്തിയാൽ മതി. എന്ത് ചെയ്താൽ മതി? ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? കീറ്റോൺ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. ആൽക്കൈൽ നൈട്രൈൽ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്താൽ മതി? ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്തിട്ട് എന്ത് കിട്ടും? കീറ്റോൺ കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? Choose the correct reagents from box given below for the following conversion reactions. Okay, എന്താണ്? കുറച്ച് റിയേജൻസ് തന്നിട്ടുണ്ട്. ഒരു 4 റിയേജൻസ് തന്നിട്ടുണ്ട്, 3 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഓരോ റിയാക്ഷനും എന്ത് ഏറ്റവും യോജിച്ച സ്യൂട്ട് ആയിട്ടുള്ള റിയേജൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. കാർബോക്സിലിക് ആസിഡ് ടു ഹാലോ കാർബോക്സിലിക് ആസിഡ്. ഒരു കാർബോക്സിലിക് ആസിഡ് നമുക്ക് എന്താക്കി മാറ്റണം? ഹാലോ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റണം. അപ്പൊ അതിനെ നമുക്ക് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിയേജന്റ് ഏതാണെന്ന് നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇത് ഏത് റിയാക്ഷൻ ആണ് നോക്കണം. കാർബോക്സിലിക് ആസിഡിനെ ഹാലോ കാർബോക്സിലിക് ആസിഡ് ആക്കുന്നത് ഏത് റിയാക്ഷൻ ആണ്? അതേതാണ്? HVZ റിയാക്ഷൻ ആണ്. എന്താണ്? HVZ റിയാക്ഷൻ ആണ്. അപ്പൊ HVZ റിയാക്ഷന്റെ റിയേജന്റ് ഏതാണ്? റെഡ് ഫോസ്ഫറസും അതുപോലെ തന്നെ ഹാലജൻസ്. Br2 ആണ് എന്ത്? നമ്മുടെ ഈ റിയാക്ഷന് വരുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഏതാണ്? ഫസ്റ്റത്തെ ഇത് നമ്മുടെ ഏതാണ്? Br2 റെഡ് ഫോസ്ഫറസ് ആണ് വരിക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ഏതെങ്കിലും ഒരു ആസിഡ്, ഇപ്പൊ ഞാനൊരു കാർബോക്സിലിക് ആസിഡ് എടുത്തു എന്ന് വിചാരിക്കാം. CH3COOH. അതിനെന്താക്കി മാറ്റണം? ഹാലോ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? Br2 അതുപോലെ തന്നെ എന്ത് വെച്ചു? CH3CH2COOH വേണം. ഇത് ഞാൻ എന്ത് ചെയ്തു? അതിനെ റെഡ് ഫോസ്ഫറസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ആൽഫ ഹാലോ, ആൽഫ ആണല്ലോ, ആൽഫ കാർബൺ ഉള്ളിടത്ത് എന്ത് സംഭവിക്കുള്ളൂ? നമ്മുടെ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഈ ആൽഫ കാർബണിലോട്ട് ആര് വരും? നമ്മുടെ ഹാലോജൻ, അതായത് ബ്രോമിൻ വരും. അപ്പൊ എന്ത് സംഭവിക്കും? CH3CH ഇവിടേക്ക് എന്ത് വരും? നമ്മുടെ ബ്രോമിൻ വന്ന് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് COOH ഫോം ചെയ്യും. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് HVZ റിയാക്ഷൻ. എന്താണ്? HVZ റിയാക്ഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഹാലജൻ, അതായത് ഇവിടെ Br2 ആണ്. അപ്പൊ ഏതോ ഹാലജൻ, ഇതിപ്പോ Br2 ആവട്ടെ, Cl2 ആവട്ടെ, I2 ഐഡിൻ ആവട്ടെ, ഏതെങ്കിലും ഒരു ഇതെന്ത് ചെയ്യും? നമ്മുടെ ഈ കാർബോക്സിലിക് ആസിഡിലുള്ള ആൽഫ കാർബണിന്റെ അടുത്തോട്ട് വരും. എന്ത് ചെയ്യും? ഇവർ വന്ന് അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് റിയേജന്റ് യൂസ് ചെയ്താൽ മതി? റെഡ് ഫോസ്ഫറസും ബ്രോമിനും യൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ റിയാക്ഷന്റെ പേര് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അതെന്താണ്? HVZ റിയാക്ഷൻ ആണ്. എന്താണ്? HVZ റിയാക്ഷൻ. അപ്പൊ നെക്സ്റ്റ് എന്താണ്? അൺസാച്ചുറേറ്റഡ് എസ്റ്റർ ടു ആൽഡിഹൈഡ്. അപ്പൊ ഒരു എസ്റ്ററിന്ന് ആൽഡിഹൈഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ഏത് യൂസ് ചെയ്യണം നോക്കാം. ഒരു എസ്റ്റർ. ഓക്കെ, എന്താണ്? ഒരു എസ്റ്റർ എടുത്തു. എസ്റ്ററിനെ നമുക്ക് എന്താക്കി മാറ്റണം? എസ്റ്ററിനെ നമുക്ക് ആൽഡിഹൈഡ് ആക്കി മാറ്റണം. അപ്പൊ എസ്റ്ററിനെ ആൽഡിഹൈഡ് ആക്കാൻ ഇതിൽ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു റിയേജന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡൈബാൽ H(H)2O. അതാണ് ഡൈബാൽ H ആണ് എന്ത്? ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള റിയേജന്റ്. ഡൈബാൽ H(H)2O. ഏതാണ്? ഡൈബാൽ H(H)2O ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. ഡൈബാൽ H(H)2O. ഇതാണ് എന്ത്? ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള റിയേജന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ റിയേജൻസും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. റിയേജൻസും കൂടി ഓർത്ത് വെച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്താൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്താണ്? എ കീറ്റോൺ ടു ഹൈഡ്രോ കാർബൺ. അപ്പൊ ഒരു കീറ്റോണിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റണം. അപ്പൊ കീറ്റോണിനെ ഹൈഡ്രോ കാർബൺ ആക്കുന്ന റിയാക്ഷൻ ആണ് എന്ത്?
ക്ലെമൻസൺ റിയാക്ഷൻ. അപ്പൊ അതിന്റെ റിയേജന്റ് ആണ് എന്ത്? സിങ്ക് അമാൽഗം. എന്താണ്? സിങ്ക് അമാൽഗം ബാർ HCl അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് HCl ആണ് എന്ത്? നമുക്കൊരു ഒരു കീറ്റോണിനെ നമുക്ക് എന്താക്കി മാറ്റണമെങ്കിൽ ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റണം. കീറ്റോൺ ആവാം, അല്ലെങ്കിൽ എന്താ ആൽഡിഹൈഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ മാറ്റാൻ പറ്റും. ഇപ്പൊ ഒരു കീറ്റോൺ ഞാൻ ഉദാഹരണത്തിന് എന്ത് ചെയ്തു? RCOR ഡാഷ് ആക്കി. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? ക്ലെമൻസൺ റിയാക്ഷൻ ആണ്. ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം? RCH2R ഡാഷ് ആക്കി മാറ്റണം, അതായത് ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റണം. ഇങ്ങനെ ആക്കുന്ന റിയാക്ഷൻ ആണ് ക്ലെമൻസൺ റിയാക്ഷൻ. അപ്പൊ ക്ലെമൻസൺ റിയാക്ഷന്റെ റിയേജന്റ് ആണ് എന്ത്? സിങ്ക് അമാൽഗം ബാർ HCl. റിയാക്ഷന്റെ പേരെന്താണ്? ക്ലെമൻസൺ റിയാക്ഷൻ. ക്ലെമൻസൺ റിയാക്ഷൻ ഓർത്ത് വെക്കുക. ക്ലെമൻസൺ റിയാക്ഷൻ ആണ് എന്ത്? ഇത്. അപ്പൊ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്തു. കാർബോക്സിലിക് ആസിഡിന് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് ആണ് ആക്കണമെങ്കിൽ എന്താണ്? HBZ റിയാക്ഷൻ ആണ്. അപ്പൊ HBZ റിയാക്ഷന്റെ റിയേജന്റ് എന്ന് പറയുന്നത് എന്താണ്? ബ്രോമിനും റെഡ് ഫോസ്ഫറസ് ആണ്. Br2 ബാർ റെഡ് ഫോസ്ഫറസ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഒരു എസ്റ്ററിനെ നമുക്ക് എന്താക്കി മാറ്റണം? ആൽഡിഹൈഡ് ആക്കി മാറ്റണം. അപ്പൊ എസ്റ്ററിനെ ആൽഡിഹൈഡ് ആക്കണമെങ്കിൽ എന്താണ്? ഡിബാലെച്ച് ബാർ H2 ആണ് നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കീറ്റോൺ നമുക്ക് എന്താക്കി മാറ്റണം? ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റണം. കീറ്റോൺ എന്താക്കി മാറ്റണം? ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിങ്ക് അമാൽഗം ബാർ HCl. എന്താണ്? സിങ്ക് അമാൽഗം ബാർ HCl. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന റിയാക്ഷന്റെ പേരാണ് എന്ത്? ക്ലെമൻസൺ റിയാക്ഷൻ. എന്താണ്? ക്ലെമൻസൺ റിയാക്ഷൻ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ A and B ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പൊ ഇവിടെ എന്താണ്? രണ്ട് സെയിം ആയിട്ടുള്ള ഒരു എടുത്തിട്ടുണ്ട്? ഒരു ആൽഡിഹൈഡ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ കോൺസെൻട്രേറ്റഡ് NOH മാറ്റി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? രണ്ട് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ രണ്ട് പ്രൊഡക്റ്റ് എന്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് അറിയണം. ഓക്കെ, ഒരേപോലെയുള്ള ഇവിടെ എന്തെങ്കിലും ആൽഫ കാർബൺ ഒന്നും ഇല്ലാത്ത രണ്ട് ആൽഡിഹൈഡ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോൺസെൻട്രേറ്റഡ് NOH മാറ്റി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റിയാക്ഷൻ ആണ് എന്ത്? കെന്നിസാരോ റിയാക്ഷൻ. എന്താണ്? കെന്നിസാരോ റിയാക്ഷൻ. അപ്പൊ കെന്നിസാരോ റിയാക്ഷനിൽ നമുക്ക് എന്താ കിട്ടുക? ഒരു ആൽക്കഹോളും അതുപോലെ തന്നെ ഒരു കാർബോക്സിലിക് ആസിഡ് സോൾട്ടും ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇതെന്ത് റിയാക്ഷൻ ആണ്? കെന്നിസാരോ റിയാക്ഷൻ ആണ്. ഇതിന്റെ പ്രൊഡക്റ്റ് എന്താ കിട്ടുക? ഒരു ആൽക്കഹോളും അതുപോലെ തന്നെ എന്താണ്? ഒരു കാർബോക്സിലിക് ആസിഡ് സോൾട്ടും ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ? ഒരേപോലത്തെ എന്തിനെടുത്തിട്ടുണ്ട്? ഒരേപോലത്തെ രണ്ട് ആൽഡിഹൈഡ്സിനെ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്തു? നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ പോകണം. കോൺസെൻട്രേറ്റഡ് NOH മാറ്റി ട്രീറ്റ് ചെയ്തു. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കഹോൾ കിട്ടും. ഓക്കെ, അതിനെ ഞാൻ എന്ത് ചെയ്തു? CH3OH ഒരു പ്രൈമറി ആൽക്കഹോൾ കിട്ടി. അതുപോലെ തന്നെ എന്ത് കിട്ടും? അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് HCOONA. അതായത് നമ്മൾ എന്താണ് HCOONA പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാർബോക്സിലിക് ആസിഡ് സോൾട്ട് ആണ്. ഒരു ആൽക്കഹോളും കിട്ടും, അതുപോലെ തന്നെ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് സോൾട്ടും കിട്ടും. എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് സോൾട്ടും കിട്ടും. ഈ റിയാക്ഷന്റെ പേരാണ് എന്ത്? കെന്നിസാരോ റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ പേരെന്താണ്? കെന്നിസാരോ റിയാക്ഷൻ. പേരും കൂടി ഓർത്ത് വെക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിത് അത്രയും തറോ ആക്കി പഠിച്ചാലാണ് ഇതിന് ഇങ്ങനെയൊക്കെ ആവും. ഒന്നെങ്കിൽ നെയിം, ഒരു റിയാക്ഷൻ എന്നിട്ട് അതിന്റെ നെയിം ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ റിയേജന്റ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? അത്രയും തറോ ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ അറിയണം? ഈ റിയേജന്റും അതുപോലെ തന്നെ ഇതിലും ഈ റിയാക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവണം ഇത് കെന്നിസാരോ റിയാക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്താണ്? ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡ് സോൾട്ടും ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ അത്രയും പഠിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുപോലെ ഒരുപാട് റിയാക്ഷൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള റിയാക്ഷൻസ്. അപ്പൊ ഇതൊക്കെ ആയിരിക്കും ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇതെങ്കിലും എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കോൺസെൻട്രേറ്റഡ് NOH മാറ്റി ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡ് സോൾട്ടും കിട്ടും. എന്താണ് കിട്ടുക? കാർബോക്സിലിക് ആസിഡ് സോൾട്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, എന്നെ കൂട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ COONA ഒക്കെ സോഡിയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സോൾട്ട് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷന്റെ പേരെന്താണ്? കെന്നിസാരോ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? എക്സ്പ്ലെയിൻ ഹാലോഫോം റിയാക്ഷൻ. എന്താണ് ഹാലോഫോം റിയാക്ഷൻ? ഹാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലജൻസ് ആണ്. അപ്പൊ ഹാലജൻസ് ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് ഹാലോഫോം റിയാക്ഷൻ. അതെന്താണ്? നമ്മൾ ഇവിടെ എന്തെടുത്തു? ഒരു മീഥൈൽ
കീറ്റോൺ. മീഥൈൽ കീറ്റോണിനെയാണ് എന്തുണ്ടാക്കുന്നത്, അതിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്, നമുക്കൊരു ഹാലോഫോംസ് ഹാലജൻസിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന മീഥൈൽ കീറ്റോൺ ആണ് RCOCH3. ഇതെന്താണ്, മീഥൈൽ കീറ്റോൺ ആണ്. എന്താണ്, മീഥൈൽ കീറ്റോൺ. ഏതോ ഒരു മീഥൈൽ കീറ്റോൺ, ഏതോ ആവാം. ആ മീഥൈൽ കീറ്റോൺ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഹാലജൻ എടുത്തു 3x2. ഏതോ ഒരു ഹാലജൻ, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം, ഫ്ലോറിൻ ആവാം, ഏതോ ഒരു ഹാലജൻ എടുത്തു. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ബേസ് എടുത്തു. നമ്മുടെ ബേസ് ആയിട്ട് എടുക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, NaOH ആണ്. ഞാൻ ഇവിടെ എന്ത് എടുക്കുന്നത്, ഇത് ബേസ് ആണ്. ഓക്കെ, ഇതെന്താണ്, നമ്മുടെ റിയാക്ഷന്റെ ബേസ് ആണ്. ഇതെന്താണ്, ഇത് നമ്മുടെ റിയാക്ഷന്റെ ഹാലജൻ ആണ്. ഓക്കെ, ഇതൊരു ക്ലിയർ അല്ലേ, നമ്മൾ റിയാക്ഷന്റെ ഹാലജൻ ആയി, മീഥൈൽ കീറ്റോൺ ആയി, അതുപോലെ തന്നെ ബേസ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു ഹാലജൻ കിട്ടും. ഓക്കെ, നമുക്ക് ഈ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ഒരു ഹാലജൻ കിട്ടും. അതാണ് എന്ത്, CHX3. എന്താണ്, CHX3. ഇതാണ് നമ്മുടെ റിയാക്ഷനിൽ കിട്ടുന്ന ഹാലോഫോം എന്ന് പറയുന്ന ആള്. ഇതാണ് CHX3. ഒരു ഹാലോ ആൽക്കെയിൻ കിട്ടും. ഈ ഒരു റിയാക്ഷൻ, ഇങ്ങനെ ഹാലോ ആൽക്കെയിൻ കിട്ടുന്ന റിയാക്ഷൻ നമ്മൾ എന്തെന്ന് പറയാം, നമ്മുടെ ഹാലോഫോം റിയാക്ഷൻ. ഇതെന്താണ്, ഒരു ഹാലോ ആൽക്കെയിൻ ആണ്. അതിന് കൂടെ ഒരുപാട് എന്തുണ്ട്, ബൈ പ്രൊഡക്റ്റും കൂടി ഫോം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല ഫോം ചെയ്യുന്ന ഒരുപാട് ബൈ പ്രൊഡക്റ്റ് ഉണ്ട്. 3NaX, അതുപോലെ തന്നെ 3H2O. ഓക്കെ, അതുപോലെ തന്നെ എന്തുണ്ട്, RCOONA. ഇങ്ങനെ ഒരുപാട് സോൾട്ടും ഒരുപാട് എന്തുണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് എന്തുണ്ട് ഇതിന്റെ കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ആളാണ് ഹാലോ ആൽക്കെയിൻ ആണ് നമുക്ക് എന്ത് വേണ്ടത്, നമുക്ക് കിട്ടേണ്ടത്. അതാണ് ഹാലോഫോം റിയാക്ഷൻ. അപ്പൊ ഇയാളാണ് മെയിൻ. അങ്ങനെ ഇയാൾ കിട്ടുന്ന റിയാക്ഷനെ നമ്മൾ എന്താ പറയാ, ഹാലോഫോം റിയാക്ഷൻ. അതായത് ഒരു മീഥൈൽ കീറ്റോണും ഒരു ഹാലോജനും ഒരു ബേസും കൂടി റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, നമുക്കൊരു ഹാലോ ആൽക്കെയിൻ കിട്ടും. ഇങ്ങനെ ഹാലോ ആൽക്കെയിൻ കിട്ടുന്ന റിയാക്ഷൻ നമ്മൾ എന്തെന്ന് പറയാം, ഹാലോഫോം റിയാക്ഷൻ. അതായത് ഒരു മീഥൈൽ കീറ്റോണും ഒരു ഹാലോജനും എന്ത് ബേസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഹാലോ ആൽക്കെയിൻ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹാലോഫോം റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. How will you prepare benzaldehyde by Gattermann-Koch reaction? Gattermann-Koch reactionൽ നമുക്ക് എങ്ങനെ എന്തുണ്ടാക്കണം, ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ Gattermann-Koch എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്യുവർ ഒരു ബെൻസാൾഡിഹൈഡ്, ബെൻസാൾഡിഹൈഡ് ഡെറിവേറ്റീവ് ആവും, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ബെൻസാൾഡിഹൈഡിന് സിമ്പിൾ ബെൻസീനിൽ നിന്ന് നമ്മൾ എന്ത് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് എന്ത്, Gattermann-Koch റിയാക്ഷൻ. അതായത് ഒരു സിമ്പിൾ ബെൻസീൻ എടുത്തു നമ്മൾ എന്താണ്, Gattermann-Koch റിയാക്ഷൻ ആണ് നോക്കുന്നത്. Gattermann-Koch റിയാക്ഷൻ. ഇതിൽ എന്താ സംഭവിക്കുന്നത്, Gattermann-Koch റിയാക്ഷനിൽ നമ്മൾ ഒരു സിമ്പിൾ ബെൻസീൻ എടുത്തു. ഓക്കെ, ഈ ഒരു ബെൻസീനിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതിൽ നിന്ന് എന്തുണ്ടാക്കുന്നു, ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഈ ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് റിയേജൻസ് വേണം. അതാണ് എന്ത്, കാർബൺ മോണോക്സൈഡ്, HCl, അതുപോലെ തന്നെ എന്താ, അൺഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ CuCl. ഇതാണ് എന്ത്, Gattermann-Koch റിയാക്ഷൻ. ഇങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത്, നമ്മൾ ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ Gattermann-Koch റിയാക്ഷൻ വഴി എങ്ങനെ ബെൻസാൾഡിഹൈഡ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഒരു ബെൻസീൻ എടുത്തിട്ട് അതിലോട്ട് എന്ത് കാർബൺ മോണോക്സൈഡും HCl-ഉം അതുപോലെ തന്നെ അൺഹൈഡ്രസ് AlCl3 ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഒരു ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതെന്താ സാധനം, ഇത് ബെൻസാൾഡിഹൈഡ് ആണ്. ഇതെന്താണ്, ബെൻസാൾഡിഹൈഡ് ആണ്. ഓക്കെ, അപ്പൊ Gattermann-Koch റിയാക്ഷൻ ക്ലിയർ അല്ലേ? ഒരു ബെൻസീൻ എടുക്കുക, ഒരു സിമ്പിൾ ബെൻസീൻ ആവാം, അല്ലെങ്കിൽ ബെൻസിൻ ഡെറിവേറ്റീവിന് എന്ത് ചെയ്യണം, ഈ ബെൻസിൻ ഡെറിവേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യും, കാർബൺ മോണോക്സൈഡ്, HCl, അതുപോലെ തന്നെ അൺഹൈഡ്രസ് AlCl3 ഇത് മാറ്റി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ ബെൻസാൾഡിഹൈഡ് കിട്ടും. ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയാ, Gattermann-Koch റിയാക്ഷൻ. എന്താണ്, Gattermann-Koch റിയാക്ഷൻ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ നെയിം. ഈ റിയാക്ഷൻ നമ്മൾ ഇതിന് മുന്നേ ചെയ്തു. ഈ സിങ്ക് അമാൽഗം ബാർ HCl കണ്ടാൽ വേറെ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് ഈ സിങ്ക് അമാൽഗം ബാർ HCl മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ റിയേജന്റ് മാത്രം നോക്കിയാൽ മതി. സിങ്ക് അമാൽഗം ബാർ HCl കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാ റിയാക്ഷൻ, സിങ്ക് അമാൽഗം ബാർ HCl കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കാം അതെന്താണ്, അത് ക്ലെമൻസൺ റിയാക്ഷൻ ആണ്. സിങ്ക് അമാൽഗം ബാർ HCl കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഓർക്കുക അതെന്താണ്, ക്ലെമൻസൺ റിയാക്ഷൻ ആണ്. വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊന്നും നിങ്ങൾ നോക്കണ്ട, ആ റിയേജന്റ് മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പൊ മൂന്നാമത്തത് എന്താണ്, നമുക്ക് ക്ലെമൻസൺ റിയാക്ഷൻ ആണ്. എന്താണ്, ക്ലെമൻസൺ റിയാക്ഷൻ ആണ്. മൂന്നാമത്തത് എന്താണ്, ക്ലെമൻസൺ
റിയാക്ഷൻ ആണ്. ക്ലെമൻസൺ റിയാക്ഷനിലാണ് എന്താണ് നടക്കുന്നത്? ഒരു കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡിന് എന്ത് സംഭവിക്കും? സിങ്ക് അമാൽഗം HCl പ്രസൻസിൽ അത് എന്താക്കി മാറ്റും? അതിനെ സിമ്പിൾ ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് എന്ത്? നമ്മുടെ ക്ലെമൻസൺ റിയാക്ഷൻ. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്ത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? CH3 COCH3 ഒരു കീറ്റോൺ എടുത്തു. CH3COCH3 സിമ്പിൾ ആയിട്ടുള്ള ഒരു കീറ്റോൺ എടുത്തു. അതിനെന്ത് ചെയ്തു? നമ്മള് സിങ്ക് അമാൽഗം ബാർ HCl, ഈ ഓർത്ത് വെക്കുക, സിങ്ക് അമാൽഗം ബാർ HCl പ്രസൻസിൽ എന്താക്കി മാറ്റും? CH3 CH2 CH3 ആക്കി മാറ്റി. ഈ ഒരു റിയാക്ഷൻ നമ്മൾ എന്തെന്ന് പറയാ? ക്ലെമൻസൺ റിയാക്ഷൻ. അപ്പൊ 3 ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഹാലോഫോം. ഹാലോഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളൊരു മീഥൈൽ കീറ്റോണിനെ ഹാലജൻസും അതുപോലെ തന്നെ ഒരു ബേസിന്റെ പ്രസൻസിൽ എന്താക്കി മാറ്റും? ഹാലോ ആൽക്കെയിൻസ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് ഇത് ഹാലോഫോം റിയാക്ഷൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്തായിരുന്നു? ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഇവിടെ എന്താണ്? നമ്മളൊരു ബെൻസീൻ, സിമ്പിൾ ബെൻസീനിൽ നിന്ന് എന്തുണ്ടാക്കുക? ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുകയാണ്. അതിന് യൂസ് ചെയ്യുന്ന റിയേജൻസ് ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, HCl, അതുപോലെ തന്നെ അൺഹൈഡ്രസ് AlCl3. ഇതാണ് എന്ത്? ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. പിന്നെ എന്താണ്? സിങ്ക് അമാൽഗം ബാർ HCl യൂസ് ചെയ്തിട്ട് ഒരു കീറ്റോണിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് എന്ത്? നമ്മുടെ ക്ലെമൻസൺ റിയാക്ഷൻ. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് എക്സാമ്പിൾസ്. ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. നമ്മൾ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി നോക്കുകയാണ്. ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതെന്താണ്? നമ്മൾ ഒരു എന്താണ് ആൾഡിഹൈഡ്, ഒരു ആൾഡിഹൈഡിനെ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കാണ്? അതിന് നമ്മളൊരു ഡബിൾ ബോണ്ട്, ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൾഡിഹൈഡ് ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ ആണ് എന്ത്? ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഇവിടെ കണ്ടൻസേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ രണ്ട് എന്തെടുക്കുന്നു? ഞാൻ രണ്ട് ഒരേപോലത്തെ എന്തെടുക്കും? ആൾഡിഹൈഡ് എടുക്കും. ഞാൻ എത്തനാൾ ആണ് എടുക്കുന്നത്. 2CH3CHO. ഞാൻ രണ്ട് എത്തനാൾ എടുത്തു. അതിന് ഞാൻ എന്ത് ചെയ്തു? ഒരു ബേസ് ആയിട്ട് ഡൈലൂട്ട് NaOH എടുത്തു. ഓക്കെ. ഇതിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവരെന്ത് സംഭവിക്കും? ഇതിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് കൊടുക്കും? റിയാക്ഷൻ നടക്കാൻ പോവാണ്. CH3 CH2 CHO. ഇതാണ് എന്ത്? നമ്മുടെ എത്തനാള്. അതിലെന്ത് സംഭവിക്കും? ഇതെന്താണ്? ഇത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന് തൊട്ടടുത്തുള്ള ആളാണ് ആൽഫ. അതിന് പിന്നെ അടുത്തുള്ള ആളാണ് ബീറ്റ. ഇതെന്താണ്? ആൽഫ, ഇത് ബീറ്റ. ഫങ്ഷണൽ ഗ്രൂപ്പിൽ തൊട്ടടുത്തുള്ള കാർബൺ ആൽഫ ആയിരിക്കും, അതിന്റെ അടുത്തുള്ള ആളോ ബീറ്റ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇതിലുള്ള ഈ OH എന്ത് ചെയ്യും? ഈ OH വന്നിട്ട് നമ്മുടെ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ബീറ്റ കാർബണിൽ വന്നിട്ട് എന്ത് വരും? നമ്മുടെ OH വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ബീറ്റ കാർബണിൽ വന്ന് OH അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ OH എന്ത് ചെയ്യും? ഇവിടെ വരും. ഇതാണ് എന്ത്? നമ്മുടെ ആൾഡോൾ. ഈ കിട്ടുന്ന ഇതിനെ പറയുന്ന പേരാണ് ആൾഡോൾ. ഓക്കെ. ഇവിടെ എന്താണ്? ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഇത് നമുക്ക് ഇവിടെ കണ്ടൻസേഷൻ റിയാക്ഷൻ നടത്തണം. അതെങ്ങനെയാണ് കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കാം? ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് ഹീറ്റ് ചെയ്യും. H2O വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇതിന് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിന് വാട്ടർ റിലീസ് ചെയ്യും. എന്ത് ചെയ്യും? ഇത് നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിന് വാട്ടർ റിലീസ് ചെയ്യും. അപ്പൊ എന്ത് വരും? CH3 CH ഡബിൾ ബോണ്ട് CHO. അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ നിന്ന് ഈ OHും ഇവിടെ ഒരു Hും കൂടി റിലീസ് ചെയ്യും. എന്താണ്? ഇവിടെയുള്ള OHും ഒരു Hും കൂടി റിലീസ് ചെയ്തിട്ട് ഈ ആൽഫ ബീറ്റന്റെ ഇടയിൽ എന്ത് വരും? ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. എന്ത് ചെയ്യും? ഇതിന് OHും അതുപോലെ തന്നെ ഒരു Hും ആയിട്ട് എന്ത് ചെയ്യും? H2O വാട്ടർ ഇവിടെ നിന്ന് റിലീസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ആൽഫ ബീറ്റ, ഇതാണ് ആൽഫ, ഇത് ബീറ്റ, ഇതിനിടയിൽ എന്ത് ഫോം ചെയ്യും? ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അതായത് സാച്ചുറേറ്റഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിമ്പിൾ ചെയിൻസ് ഇങ്ങനെ പോണതിനാണ് നമ്മൾ എന്ത് പറയാ? സാച്ചുറേറ്റഡ് എന്ന് പറയാം. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? അൺസാച്ചുറേറ്റഡ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒരു അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് കിട്ടും. ഈ കിട്ടിയിട്ടുള്ള എന്താണ്? ബ്യൂട്ട്2ഈനാണ്. ഇതെന്താണ്? ബ്യൂട്ട്2ഈനാൾ. അതാണ് എന്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഡിഹൈഡ്. ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ വഴി എന്താണ്? നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഒരേപോലത്തെ എന്തെടുത്തു? ആൽഡിഹൈഡ്സിനെ എടുത്തു. അതിനെന്ത് ചെയ്തു? നമ്മളൊരു ബേസ് ആയിട്ടുള്ള ഡൈലൂട്ട് NaOHന്റെ പ്രസൻസിൽ എന്ത് ചെയ്തു? റിയാക്ഷൻ നടത്തി. ഡൈലൂട്ട് NaOHന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്തു? റിയാക്ഷൻ നടത്തി. അപ്പൊ എന്ത് സംഭവിച്ചു? ആൽഫ ബീറ്റ അല്ലെ? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ അടുത്തുള്ള ആൾ ആൽഫ, പിന്നെ എന്താണ്? ബീറ്റ. ആ ബീറ്റ കാർബണിലോട്ട് എന്ത് ചെയ്യും? ഇതിലുള്ള OH വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ. ആ ബീറ്റ കാർബണിലോട്ട് എന്ത് ചെയ്യും? OH വന്ന് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽഡോൾ ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ നന്നായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. ഇങ്ങനെ ട്രയാങ്കിൾ കൊടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന അർത്ഥം. അപ്പൊ നന്നായിട്ട് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യും.
ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് വാട്ടർ റിലീസ് ചെയ്യും. എന്ത് ചെയ്യും? വാട്ടർ റിലീസ് ചെയ്യും. ഇതിന് ഈ OH ഒരു H കൂടി പോയിട്ട് എന്ത് ചെയ്യും? വാട്ടർ റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ആൽഫന്റെയും ബീറ്റന്റെയും ഇടയ്ക്ക് എന്ത് വരും? ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ആൽഫന്റെയും ബീറ്റന്റെയും ഇടയിൽ എന്ത് വരും? ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഇങ്ങനെ ഫോം ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ എന്തെന്ന് പറയാം? ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഇതെന്താണ്? ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ. എന്താണ്? HVZ റിയാക്ഷൻ. നെക്സ്റ്റ് റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ, അല്ലെങ്കിൽ ഫുൾ നെയിം എന്താണ്? ഹെൽവോൾട്ട് സെലിൻസ്കി റിയാക്ഷൻ അല്ലെങ്കിൽ HVZ റിയാക്ഷൻ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? HVZ റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചു. HVZ റിയാക്ഷൻ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു. എന്ത്? ഒരു കാർബോക്സിലിക് ആസിഡ് നിന്ന് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ. അപ്പം അതിനൊരു എക്സാമ്പിൾ നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെടുക്കും? CH3 CH2 COOH. ഇതാണ് എന്ത്? നമ്മൾ എടുക്കുന്ന കാർബോക്സിലിക് ആസിഡ്. അപ്പൊ നമ്മൾ HVZ റിയാക്ഷന്റെ റിയേജൻസ് എന്തൊക്കെയാണ്? Br2 അല്ലെങ്കിൽ X2, ഏതെങ്കിലും ഒരു ഹാലജൻ, പിന്നെന്താണ്? റെഡ് ഫോസ്ഫറസും ആണ് നമ്മൾ എന്ത്? നമ്മുടെ റിയേജൻസ്. റെഡ് ഫോസ്ഫറസും ഹാലജൻസും ഇൻ ദ പ്രസൻസ് ഓഫ് H2O, വാട്ടറിന്റെ പ്രസൻസിലാണ് എന്ത് നടക്കുക? റിയാക്ഷൻ നടക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? CH3 CH, നമ്മളെ ഈ ബ്രോമിൻ എന്ത് വരും? ഈ ബ്രോമിൻ വന്നിട്ട് ഇതാണ് നമ്മുടെ ആൽഫ. ഇതെന്താണ്? ആൽഫ. ഫങ്ഷണൽ ഗ്രൂപ്പിന് തൊട്ടടുത്തുള്ള ആളാണ് ആൽഫ. ഈ ആൽഫ കാർബണിൽ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബ്രോമിൻ വന്ന് അറ്റാക്ക് ചെയ്യും. ഇതിന് ഒരു ബ്രോമിൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരും. ഒരു ബ്രോമിൻ എന്ത് ചെയ്യും? നമ്മുടെ ഇവിടേക്ക് ആൽഫ കാർബണിലോട്ട് വരും. അതാണ് എന്ത്? ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. അപ്പൊ ഈ Br ഇവിടെ വരും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ സെയിം COOH വരും. ഇതാണ് എന്ത്? ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. ഇതെന്താണ്? ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. ഇവിടെ എന്താ നടത്തുന്നത്? നമ്മൾ എന്ത് ചെയ്തു? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർബോക്സിലിക് ആസിഡിനെ എടുത്തു. എന്ത് ചെയ്യും? അതിൽ നമ്മൾ ബ്രോമിൻ അല്ലെങ്കിൽ ഹാലജനും അതുപോലെ തന്നെ റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കും. എന്ത് സംഭവിക്കും? ഈ ഹാലോ കാർബൺ, അതായത് നമ്മുടെ ഫംഗ്ഷൻ ഗ്രൂപ്പിൽ തൊട്ടടുത്ത് നിൽക്കുന്ന കാർബണിലോട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബ്രോമിൻ, നമ്മുടെ ഹാലജൻ വന്ന് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അവിടോട്ട് നിൽക്കും. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇവിടുത്തെ ഹാലോ എന്ന് പറയുന്നത് ആരാണ്? ബ്രോമിൻ ആണ്. ഇവിടുത്തെ ഹാലോ പറയുന്നത് ബ്രോമിൻ ആണ്. ഇങ്ങനെ കിട്ടുന്ന ഈ റിയാക്ഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയാം? ഇങ്ങനെ കിട്ടുന്ന റിയാക്ഷൻ നമ്മൾ എന്ത് പറയാം? HVZ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? HVZ റിയാക്ഷൻ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് ഫോംഡ് ബൈ ദ കാറ്റലിറ്റിക് റിഡക്ഷൻ ഓഫ് പ്രൊപ്പനാൽ. പ്രൊപ്പനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൊപ്പനാൽ ലാസ്റ്റ് ആൾ എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ആൽഡിഹൈഡ് ആണ്. അപ്പൊ ഒരു ആൽഡിഹൈഡിനെ റിഡക്ഷൻ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? അതാണ് ക്വസ്റ്റ്യൻ. ഒരു ആൽഡിഹൈഡിനെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഞാൻ ഉദാഹരണത്തിന് എന്തെടുത്തു? ഒരു സിമ്പിൾ പ്രൊപ്പനാൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രൊപ്പനാൽ എടുത്തു. CH3 CH2 CHO. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊപ്പനാൽ. ഈ പ്രൊപ്പനാളിൽ എന്ത് ചെയ്തു? നമ്മൾ കാറ്റലിസ്റ്റ് എടുത്തു. കാറ്റലിസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒന്നെങ്കിൽ നിക്കൽ, അല്ലെങ്കിൽ എന്തെടുക്കാം? പലേഡിയം എടുക്കാം, അല്ലെങ്കിൽ പ്ലാറ്റിനം എടുക്കാം. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ നമ്മുടെ കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 CH2 CH2OH. അതായത് നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽഡിഹൈഡിനെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ അതിനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? പ്രൈമറി ആൽക്കഹോൾ. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? പ്രൈമറി ആൽക്കഹോൾ ആണ്. അപ്പൊ ഇവിടെ കിട്ടുന്നത് എന്താണ്? പ്രൊപ്പനോൾ. നമുക്ക് കിട്ടുന്ന ഈ എന്താണ് ആൽക്കഹോളിന്റെ പേര് എന്താണ്? പ്രൊപ്പനോൾ. അപ്പൊ പ്രൊപ്പനാളിൽ നിന്ന് കിട്ടുന്ന എന്താണ് ആൽക്കഹോൾ എന്താണ്? പ്രൊപ്പനോൾ. എങ്ങനെയാണ് കിട്ടുന്നത്? കാറ്റലിറ്റിക് റിഡക്ഷൻ വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു ആൽക്കഹോളിനെ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? റിയാക്ഷൻ ക്ലിയർ അല്ലേ? അപ്പൊ റിഡക്ഷൻ ഓർത്ത് വെക്കാം. കാറ്റലിറ്റിക് റിഡക്ഷൻ, ആൽഡിഹൈഡിനെ കാറ്റലിറ്റിക് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ആൽക്കഹോൾ കിട്ടും. എന്താണ്? ആൽഡിഹൈഡിനെ കാറ്റലിറ്റിക് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്രൈമറി ആൽക്കഹോൾ ആണ്. ഓർത്ത് വെക്കാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആൻ ഓർഗാനിക് കോമ്പൗണ്ട് A on reaction with CrO2 Cl2 in CS2 followed by acidification gives benzaldehyde as a product. Identify the compound A and also the name of the reaction. എന്താണ്? ഇവിടെ റിയേജന്റ് തന്നിട്ടുണ്ട്. CrO2 Cl2 in CS2. ഇതിന് നമ്മൾ എന്താണ്? ഒരു A എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മാറ്റി ഇതാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് പ്രൊഡക്റ്റും റിയേജന്റും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന എന്തെന്നാണ് ഉണ്ടാവുന്നത്? ബെൻസാൽഡിഹൈഡ്
എന്തിൽ നിന്നാണ് ബെൻസാൽഡിഹൈഡ് ഉണ്ടാകുന്നത്? CrO2 മായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തിൽ നിന്നാണ് ബെൻസാൽഡിഹൈഡ് ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ ഈ റിയാക്ഷന്റെ പേരും എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ പറഞ്ഞിട്ടില്ല, തന്നിട്ടുള്ളത് എന്താണ്? CrO2Cl2 ഇൻ പ്രസൻസ് ഓഫ് എന്ത്? CS2. CS2 പ്രസൻസിൽ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്? ഇവര് നമുക്കൊരു ബെൻസാൽഡിഹൈഡ് കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണ് ക്വസ്റ്റ്യൻ? സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണ്? ടൊളുവിനാണ്. ഒരു ടൊളുവിൽ നിന്നാണ് എന്ത് നമുക്ക് കിട്ടുന്നത്? ടൊളുവിന് റിയാക്ഷൻ നടത്തുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബെൻസാൽഡിഹൈഡ് കിട്ടുന്നത്. എപ്പോഴാണ് കിട്ടുക? നമ്മൾ ഈ ഒരു റിയേജന്റ് യൂസ് ചെയ്യുമ്പോൾ CrO2Cl2/CS2 ഈ ഒരു റിയേജന്റ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടൊളുവിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് കിട്ടുക. അതുപോലെ തന്നെ ഈ റിയാക്ഷന്റെ പേരെന്താണ്? ടൊളുവിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷന്റെ പേരാണ്, ഇമ്പോർട്ടന്റ് ആണ്, എട്ടാർഡ് റിയാക്ഷൻ ആണ്. ഇതെന്താണ്? എട്ടാർഡ് റിയാക്ഷൻ ആണ്. എട്ടാർഡ് റിയാക്ഷൻ. അപ്പൊ എട്ടാർഡ് റിയാക്ഷൻ ഓർത്ത് വെക്കുക. എട്ടാർഡ് റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? ടൊളുവിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കാണ്? ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാണ്. എങ്ങനെയാണ്? അതിന്റെ റിയേജന്റ് എന്താണ്? CrO2Cl2/CS2. ഇതിൽ നിന്ന് എന്തുണ്ടാക്കാണ്? ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് എന്ത്? എട്ടാർഡ് റിയാക്ഷൻ. അപ്പൊ ഇവിടെ റിയേജന്റ് എന്താണ്? ടൊളുവിനാണ്. അതുപോലെ തന്നെ CrO2Cl2/CS2. അതിന് നമ്മൾ എന്തുണ്ടാക്കും? ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കും. ഇതെന്താണ്? ടൊളുവിൻ. അതുപോലെ തന്നെ ഇതെന്താണ്? ബെൻസാൽഡിഹൈഡ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ ദ എബോവ് ഓർഗാനിക് കോമ്പൗണ്ട് A undergoes സൈഡ് ചെയിൻ ഓക്സിഡേഷൻ വിത്ത് അസിഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ്? അപ്പം എന്താണ്? നമ്മളിവിടെ സൈഡ് ചെയിൻ ഓക്സിഡേഷൻ വിത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഓക്കെ, അപ്പൊ എന്ത് കിട്ടുന്നതാണ് പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ്? ഇതിനെ നമ്മൾ എന്താണ്? KMnO4 മാറ്റി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KMnO4 മാറ്റി റിയാക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ഇതിനെന്ത് ചെയ്യാൻ പോവാണ് നമ്മള്? CH3 ഇതിനെന്ത് കിട്ടി? CrO2Cl2/CS2. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? എന്ത് കിട്ടി? ബെൻസാൽഡിഹൈഡ് കിട്ടി. നമ്മൾ ഇതിനെന്താണ് ഒന്നും കൂടി KMnO4ന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ആസിഡ്. എന്താണ് കിട്ടുക? നമുക്ക് ആസിഡ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ എന്താണ്? ഒരു ടൊളുവിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കി, അതിൽ നിന്ന് നമ്മൾ എന്താക്കി? ബെൻസോയിക് ആസിഡ് ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കിയത്? ബെൻസോയിക് ആസിഡ് ഉണ്ടാക്കി. അപ്പൊ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 3 റിയാക്ഷൻസ് ആണ് പറഞ്ഞത്. ടൊളുവിനുണ്ടായി, അതിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടായി, അതിൽ നിന്ന് എന്തുണ്ടായി? ആസിഡ് ഉണ്ടായി. അതിനെന്താണ്? KMnO4/H+ യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആസിഡ് കിട്ടിയത്. ക്ലിയർ അല്ലേ? റിയാക്ഷൻസ് ക്ലിയർ അല്ലേ? ഇതാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നമ്മുടെ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ഡിസ്ക്രൈബ് ദ ഫോളോവിംഗ് റിയാക്ഷൻസ്: സ്റ്റീഫൻ റിയാക്ഷൻ ആൻഡ് കനിസാറോ റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷനും കനിസാറോ റിയാക്ഷൻ. നമ്മൾ എട്ടാർഡ് റിയാക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു റിയാക്ഷൻ ആണ് എന്ത്? സ്റ്റീഫൻ റിയാക്ഷൻ. നോക്കാം എങ്ങനെയാണ് സ്റ്റീഫൻ റിയാക്ഷൻ പോണതെന്ന്. സ്റ്റീഫൻ റിയാക്ഷൻ നമ്മളിതൊരു നൈട്രൈൽ നിന്നാണ്, അതായത് ആൽക്കൈൽ നൈട്രൈൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത് നമ്മൾ സ്റ്റീഫൻ റിയാക്ഷന്റെ എന്താണ് റിയേജന്റ് പറഞ്ഞാൽ സ്റ്റാനസ് ക്ലോറൈഡ് HCl ആണ് എന്ത് നമ്മുടെ റിയേജന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? ആൽക്കൈൽ നൈട്രൈൽ നിന്നാണ് എന്ത് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? ആൽക്കൈൽ നൈട്രൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? RC∭N. നമ്മൾ ഓൾറെഡി പറഞ്ഞു. നൈട്രൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? RC∭N. നമ്മൾ എന്ത് ചെയ്യും? H2 ഗ്യാസ് എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ റിയേജന്റ് എന്താണ്? സ്റ്റാനസ് ക്ലോറൈഡും അതുപോലെ തന്നെ HCl ആണ് എന്ത് നമ്മുടെ റിയേജൻസ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയോ? ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസിൽ 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? നമ്മുടെ കാർബണിന്റെ അടുത്തേക്കും ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? നമ്മുടെ NHNന്റെ അടുത്തേക്കും പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? കാർബണിന്റെ അടുത്തേക്ക് പോകും. അടുത്ത ഹൈഡ്രജനോ നൈട്രജന്റെ അടുത്തേക്കും പോകും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും RCH. പിന്നെ ഒരു ബോണ്ട് അവിടെ ബ്രേക്ക് ആവും. അപ്പൊ H വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ബോണ്ട് അവിടെ ബ്രേക്ക് ആവും. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? കാർബണിന്റെ അടുത്തേക്കും ഒരു ഹൈഡ്രജൻ നൈട്രജന്റെ അടുത്തേക്കും പോകും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രോളിസിസ് നടത്തും. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിലോട്ട് വാട്ടർ ആഡ് ചെയ്യും. നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യും?
വാട്ടർ ആഡ് ചെയ്യും. നമ്മൾ ഇതിലോട്ട് വാട്ടർ ആഡ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? H2O ബാർ H+. നമ്മൾ ഇതിലോട്ട് വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഒരു ആൽഡിഹൈഡിനെ കിട്ടും. എന്ത് കിട്ടും? ഒരു ആൽഡിഹൈഡിനെ നമുക്ക് കിട്ടും. RCHO. നമുക്ക് എന്ത് കിട്ടി? ആൽഡിഹൈഡിനെ കിട്ടി. ഇങ്ങനെ ആൽക്കൈൽ നൈട്രൈലിൽ നിന്ന് എന്ത് ആൽഡിഹൈഡ് കിട്ടുന്ന റിയാക്ഷൻ ആണ് എന്ത്? സ്റ്റീഫൻ റിയാക്ഷൻ. എന്താണ് സ്റ്റീഫൻ റിയാക്ഷൻ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ H2 ഗ്യാസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിയേജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാനസ് ക്ലോറൈഡും HCl ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു ഹൈഡ്രജൻ കാർബണിന്റെ അടുത്തേക്കും ഒരു ഹൈഡ്രജൻ നൈട്രജന്റെ അടുത്തേക്കും പോകും. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഇമൈൻ എന്ന് പറയും. എന്താണ്? ഇമൈൻ. ഇങ്ങനെ ഇമൈൻ കിട്ടും. ഓക്കെ, ഇമൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഇമൈൻ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രോളിസിസ് നടത്തും. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആൽക്കൈൻ നൈട്രൈൽ ആണ്. എന്താണ്? ആൽക്കൈൻ നൈട്രൈൽ. ആൽക്കൈൻ നൈട്രൈലിന് എന്ത് സംഭവിച്ചു? നമ്മൾ അതിലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? ഇമൈന് കിട്ടി. പിന്നെ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി? ആൽഡിഹൈഡ് കിട്ടി. ഇങ്ങനെ ആൽഡിഹൈഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ആൽക്കൈൻ നൈട്രൈലിൽ നിന്ന് ആൽഡിഹൈഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന റിയാക്ഷൻ ആണ് എന്ത്? സ്റ്റീഫൻ റിയാക്ഷൻ. എന്താണ്? സ്റ്റീഫൻ റിയാക്ഷൻ. നെക്സ്റ്റ് ആണ് കന്നിസാരോ റിയാക്ഷൻ. കന്നിസാരോ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി കുറെ പ്രാവശ്യം പറഞ്ഞു. കന്നിസാരോ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആൽഫ കാർബൺ ഇല്ലാത്ത എന്ത് ആൽഡിഹൈഡ് എടുത്തു? HCHO. ആൽഫ കാർബൺ ഇല്ലാത്ത എന്തെടുത്തു? ആൽഡിഹൈഡ് എടുത്തു. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2 പ്രൊഡക്റ്റ് കിട്ടും. എന്തൊക്കെ കിട്ടും? ഒരു ആൽക്കഹോളും കിട്ടും. അതുപോലെ തന്നെ എന്ത് കിട്ടും? ഒരു കാർബോക്സിലിക് ആസിഡ് സോൾട്ടും കിട്ടും. എന്ത് കിട്ടും? ഒരു കാർബോക്സിലിക് ആസിഡ് സോൾട്ടും കിട്ടും. കാർബോക്സിലിക് ആസിഡ് സോൾട്ട് നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. RCOONA. എന്തൊക്കെയാണ്? ആൽക്കഹോളും അതുപോലെ തന്നെ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് സോൾട്ടും. അപ്പൊ തന്നെ നമ്മളിപ്പോ ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇപ്പൊ ഇത് 2ാമത്തെ പ്രാവശ്യം. അപ്പൊ തന്നെ നിങ്ങൾ ഓർക്കാം, അത്രയും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ക്ലെമൻസൻ ആവട്ടെ, കന്നിസാറോ ആവട്ടെ, ഈ റിയാക്ഷൻ ഇതേതാണ്? ഇത് നമ്മുടെ കന്നിസാറോ, അതുപോലെ തന്നെ സ്റ്റീഫൻ, എട്ടാർഡ്, ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതില് എക്സ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. എന്താണ്? ഒരു അസൈൽ ക്ലോറൈഡ് ആണ് അല്ലെ? ബെൻസീന്റെ കൂടെ ഒരു അസൈൽ ക്ലോറൈഡ് കൂടിയിട്ടുള്ളതാണ്. അതുപോലെ ഇതിന്റെ റിയേജൻസ് നോക്കാം. പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ്. അപ്പൊ റിയേജന്റ് പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ് ആണെങ്കിൽ നമ്മൾ ബാക്കിയൊന്നും നോക്കണ്ട. അതെന്ത് റിയാക്ഷൻ ആണ്? ഈ റിയാക്ഷന്റെ പേരാണ് റോസെൻമുണ്ട് റിയാക്ഷൻ. എന്താണ്? റോസെൻമുണ്ട് റിയാക്ഷൻ. അപ്പൊ ഒന്നും നോക്കണം, നമ്മൾ എന്ത് ചെയ്താൽ റിയേജന്റ് മാത്രം നോക്കിയാൽ മതി. റിയേജന്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ഇതെന്താണ്? റോസെൻമുണ്ട് റിയാക്ഷൻ. പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ് ആണെങ്കിൽ ഓർത്ത് വെക്കുക. ഇത് റിയാക്ഷൻ ഏതാണ്? റോസെൻമുണ്ട് റിയാക്ഷൻ. അപ്പൊ നമുക്ക് ഈ റോസെൻമുണ്ട് റിയാക്ഷനിൽ കിട്ടുന്ന എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ആൽഡിഹൈഡ് ആണ്, ഒരു ബെൻസാൽഡിഹൈഡ് ആണ് നമുക്ക് എന്ത് കിട്ടുക? പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ എക്സ് എന്താണ്? ഒരു ബെൻസാൽഡിഹൈഡ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്? ബെൻസാൽഡിഹൈഡ് ആണ് നമുക്ക് എന്താക്കി കിട്ടുക? പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. എന്താണ്? ബെൻസാൽഡിഹൈഡ്. ക്ലിയർ അല്ലേ? ബെൻസാൽഡിഹൈഡ് ആണ് നമുക്ക് എന്താക്കി കിട്ടുക? പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. റോസെൻമുണ്ട് റിയാക്ഷൻ ആണ്. അപ്പൊ എന്താണ് റോസെൻമുണ്ട് റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസൈൽ ക്ലോറൈഡ് ഉള്ളതാണ് എന്ത്? നമ്മൾ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുക, റിയാക്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതിലോട്ട് നമ്മൾ റിയേജന്റ് ആയിട്ട് എന്ത് ചെയ്യും? പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ്. എന്താണ്? പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ് ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, അതെന്താണ്? റോസെൻമുണ്ട് റിയാക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു സിങ്ക് ബാർ എന്താ? സിങ്ക് അമാൽഗാണെങ്കിൽ എന്താണ്? അത് ക്ലെമൻസൺ റിയാക്ഷൻ ആണ്. സിങ്ക് അമാൽഗാണെങ്കിൽ അത് ക്ലെമൻസൺ ആണ്. പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ് ആണെങ്കിൽ എന്താണ്? റോസെൻമുണ്ട് റിയാക്ഷൻ ആണ്. കോൺസെൻട്രേറ്റഡ് NaOH ആണെങ്കിലോ അത് ഓർത്ത് വെക്കുക, അതെന്താണ്? കന്നിസാരോ റിയാക്ഷൻ ആണ്. സ്റ്റാനസ് ക്ലോറൈഡ് ആണെങ്കിലോ അത് സ്റ്റീഫൻ റിയാക്ഷൻ ആണ്. അതുപോലെ തന്നെ CrO2 Cl2 ബാർ CS2 ആണെങ്കിൽ അത് എട്ടാർഡ് റിയാക്ഷൻ ആണ്. അങ്ങനെ റിയേജന്റ് ഓർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ഷൻസ് ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് എനി 2 ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഓഫ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ്സിന് 2 ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളത് പറഞ്ഞു. എന്താ നമ്മുടെ അഡീഷൻ റിയാക്ഷൻ HCN യൂസ് ചെയ്തിട്ടുള്ള. അപ്പൊ ഒന്ന് നമുക്ക് അത് തന്നെ എഴുതാം. HCN യൂസ് ചെയ്തിട്ടുള്ള അഡീഷൻ നോക്കാം. യൂസിങ് HCN നമ്മൾ പറഞ്ഞു അല്ലേ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അതാണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൽഡിഹൈഡ് എടുത്തു, CH3CHO. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? HCN ആഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കും. അവിടെ നടക്കുക നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽഡിഹൈഡിലാണ് എന്ത് നടക്കുക? ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കുക. അപ്പൊ എന്ത് വരും? CH
OHCN, അതായത് ഈ HCN എന്ത് ചെയ്യും, CN ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. ഇതാണ് എന്തോ ഒരു റിയാക്ഷൻ. നെക്സ്റ്റോ ഇതേപോലെ തന്നെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ പോയിട്ട് എന്ത് നടക്കും, നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ റിയേജന്റ് റിയാക്റ്റന്റ് പോയിട്ട് എന്ത് ചെയ്യും, ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി അറ്റാക്ക് ചെയ്യുന്നതാണ് എന്ത്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, അത്ര ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നതാണ് ആരെയാണ് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത്, സോഡിയം ബൈസൾഫേറ്റ് ആണ്. യൂസിങ് സോഡിയം ബൈസൾഫേറ്റ്, സോഡിയം ബൈസൾഫേറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ സെയിം ആളെ തന്നെ എടുത്തു, എന്ത് CH3CHO. ഓക്കെ, CH3CHO എന്ത് ചെയ്യും, നമ്മുടെ സോഡിയം ബൈസൾഫേറ്റിനായിട്ട് റിയാക്ട് ചെയ്യും, NaHSO3. ഇതാണ് നമ്മുടെ സോഡിയം ബൈസൾഫേറ്റ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ന്യൂക്ലിയോഫിലിക് അറ്റാക്കിനെ നടക്കുന്നത്, അതായത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ അടുത്ത് പോയിട്ട് ആര് അറ്റാക്ക് ചെയ്യും, നമ്മുടെ സോഡിയം ബൈസൾഫേറ്റ് അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, CH3 അവിടെ എന്ത്, CHന്റെ അടുത്തേക്കാണ് നമ്മൾ അവർ വരിക, CHOH SO3 Na ഇങ്ങനെയാണ് വരിക. ഓക്കെ, CH3CHOH SO3 Na ഇങ്ങനെയാണ് എന്ത് വരിക, അവർ അറ്റാക്ക്. ഇവർ എന്തായാലും അവർ പോയിട്ട് ഈ ആൽഡിഹൈഡിൽ മാത്രമേ എന്തുള്ളൂ അറ്റാക്ക് ചെയ്യുള്ളൂ. നമ്മുടെ ന്യൂക്ലിയോഫിൽ വന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, ആൽഡിഹൈഡിൽ മാത്രം വന്നിട്ട് അറ്റാക്ക് ചെയ്യുള്ളൂ. അതിലെന്ത് ചെയ്യും, ഇവര് H പോയിട്ട് എന്ത് ചെയ്യും, ഓയിന്റെ കൂടെ പോയിട്ട് OH ആയിട്ട് മാറും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ടും വരും. H പോയിട്ട് എന്ത് ചെയ്യും, OHന്റെ അടുത്ത് ഫസ്റ്റ് അറ്റാക്ക് ചെയ്യും, എന്നിട്ട് ബാക്കി സോഡിയം സൾഫേറ്റ് ഒക്കെ എന്ത് ചെയ്യും, പിന്നെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇത് വരുന്നത്, ന്യൂക്ലിയോഫിലിക് എന്താണ് അഡീഷൻ റിയാക്ഷൻ. ക്ലിയർ അല്ലേ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ക്ലിയർ അല്ലേ. നോക്കാം നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, നെയിം ദ പ്രോഡക്റ്റ് ഫോംഡ് വെൻ എഥനാൽ ഈസ് റെഡ്യൂസ്ഡ് വിത്ത് ലിഥിയം അലുമിനിയം ഹാലൈറ്റ്. എന്താണ് ലിഥിയം അലുമിനിയം ഹാലൈറ്റിനേറ്റ് എന്ത് ചെയ്യും, റിഡക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്താണെന്ന്. ഓക്കെ, എത്തനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിനെ നമ്മൾ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. എന്താണ്, ആൽഡിഹൈഡിനെ നമ്മൾ റിഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൽഡിഹൈഡിന് എഥനാൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏത് ആൽഡിഹൈഡ് ആവട്ടെ, എഥനാൽ ആവട്ടെ, എഥനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CH3CHO അല്ലെ, CH3CH2CHO, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ CH3CHO ആവട്ടെ, എഥനാൽ ഏതെങ്കിലും ഒരു ഇതാവട്ടെ, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ആൽക്കഹോളിന്റെ പ്രസൻസിൽ ഒരു എന്ത് ചെയ്യും, ഒരു റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എപ്പോഴും നമുക്ക് കിട്ടുന്ന ആളെന്ന് പറയുന്നത് എന്താണ്, ഒരു ആൽക്കഹോൾ ആയിരിക്കും. അതൊരു പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. എന്താണ്, പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും നമുക്ക് എപ്പോഴും എന്ത് കിട്ടുക, നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് വരിക. അതായത് ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് കിട്ടുക, പ്രൈമറി ആൽക്കഹോൾ ആണ്. ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോൾ ആണ്. ഇത്രയും ഓർത്ത് വെക്കുക, ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോൾ ആണ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. എന്താണ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓർത്ത് വെക്കുക, ക്ലിയർ അല്ലേ. അപ്പൊ റിഡക്ഷൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഇതിന് മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, റിഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓർത്ത് വെക്കാം, ഇവ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണെങ്കിലും എന്താ നടക്കുക, റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ ആണ്. ഇനിയിപ്പോ ഒരു എന്താണ് ഓക്സിഡൈസിങ് ഏജൻസിന്റെ പ്രസൻസിലാണെന്നുണ്ടെങ്കിൽ എന്താ കിട്ടുക, നമുക്ക് പ്രൈമറി ആൽക്കഹോൾ തന്നെയാണ്. എന്ത്, റിഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, പ്രൈമറി ആൽക്കഹോൾ ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ ആണ് കിട്ടുക. നെക്സ്റ്റ് നോക്കാം, നെയിം എനി വൺ റിയാക്ഷൻ ദാറ്റ് കൺവേർട്ട് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഇൻടു ഹൈഡ്രോകാർബൺ. അതായത് ഒരു ആൽഡിഹൈഡ് ഒരു കീറ്റോൺ, ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ആൽഡിഹൈഡ് എടുത്തു, RCHO, ഇതിന് നമുക്ക് എന്ത് കിട്ടണം, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് കിട്ടണം, എന്ത്, RCH3, അതായത് ഹൈഡ്രോ കാർബൺ കിട്ടണം. ഇങ്ങനെ ഹൈഡ്രോ കാർബൺ കിട്ടുന്ന റിയാക്ഷൻ എന്താണ്, ഏത് റിയാക്ഷൻ ആണ്, ആ റിയാക്ഷന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്, സിങ്ക് അമാൽഗം യൂസ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുക, നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്കൊരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിൽ നിന്ന് എന്ത് കിട്ടുന്നത്, നമുക്കൊരു ഹൈഡ്രോ കാർബൺ കിട്ടുന്നത്. ഈ റിയാക്ഷന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ റിയാക്ഷന്റെ പേര്, റിയാക്ഷന്റെ പേരാണ് ക്ലെമൻസൺ റിയാക്ഷൻ. നമ്മൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് പറയുന്ന റിയാക്ഷൻ ആണ് ക്ലെമൻസൺ റിയാക്ഷൻ, ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലെമൻസൺ റിയാക്ഷൻ ആണ് എന്ത്, ഒരു ആൽഡിഹൈഡിൽ നിന്ന് നമുക്ക് എന്താ ഹൈഡ്രോ കാർബൺ കിട്ടേണ്ടത്. ഇതേപോലെ തന്നെയാണ് കീറ്റോണിലും നമ്മൾ എന്തെടുത്തു, 2 ഡിഫറെന്റ് ആയിട്ടുള്ളത് എടുത്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സിങ്ക് അമാൽഗം HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, RCH2R- കിട്ടും. ഇതാണ് എന്ത്, കീറ്റോണായിട്ട് നടന്നാൽ, ഇതാണ് എന്ത്, ആൽഡിഹൈഡ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാണ്, ക്ലെമൻസൺ റിയാക്ഷൻ. റിയേജന്റ് എന്താണ്,
സിങ്ക് അമാൽഗം വാർ HCl ആണ്, ഓർത്ത് വെക്കുക. എന്ത് ആൽഡിഹൈഡ് ആവട്ടെ കീറ്റോൺ ആവട്ടെ അതിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ഹൈഡ്രോ കാർബൺ കിട്ടണം. ഹൈഡ്രോ കാർബൺ കിട്ടണമെങ്കിൽ നമ്മൾ നടത്തുന്ന റിയാക്ഷൻ ഏതാണ്, ക്ലെമൻസൺ റിയാക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വാട്ട് ഈസ് എസ്റ്റെറിഫിക്കേഷൻ. എന്താണ് എസ്റ്റെറിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് എസ്റ്റെറിഫിക്കേഷൻ? എസ്റ്റെറിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു ആസിഡും അതുപോലെ തന്നെ ആൽക്കഹോളും തമ്മിൽ റിയാക്ഷൻ നടത്തും. എന്തിന്റെ പ്രസൻസിൽ, നല്ലൊരു സ്ട്രോങ് ആസിഡ്, നമ്മൾ എടുക്കുന്ന ആസിഡ് എന്താണ്, കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസിൽ നമ്മൾ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, എസ്റ്റർ ഫോം ചെയ്യും. ഇങ്ങനെ എസ്റ്റർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ എന്തെന്ന് പറയാ, എസ്റ്റെറിഫിക്കേഷൻ റിയാക്ഷൻ. എന്താണ് എസ്റ്റെറിഫിക്കേഷൻ റിയാക്ഷൻ? എസ്റ്റെറിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് നടക്കുന്നത്, നമ്മളൊരു എന്തെടുത്തു, ഒരു കാർബോക്സിലിക് ആസിഡ് എടുത്തു, RCOOH, ഏതെങ്കിലും ഒരു കാർബോക്സിലിക് ആസിഡ്. അതുപോലെ തന്നെ എന്തെടുത്തു, നമ്മളൊരു ആൽക്കഹോൾ എടുത്തു. എന്തെടുത്തു, കാർബോക്സിലിക് ആസിഡ് എടുത്തു, കാർബോക്സിലിക് ആസിഡ് എടുത്തു. അതുപോലെ തന്നെ എന്തെടുത്തു, ആൽക്കഹോൾ എടുത്ു. ഇങ്ങനെ കാർബോക്സിലിക് ആസിഡിനെയും ആൽക്കഹോളിനെയും നമ്മൾ എന്തെടുക്കാണ്, ഒരു സ്ട്രോങ് ആസിഡ്, അതായത് കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ്റ്റർ ഫോം ചെയ്യും. അപ്പൊ എസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, RCOOR'. അപ്പൊ 2 O വന്നിട്ടുണ്ടെങ്കിൽ COO 2 O വന്നിട്ട് പിന്നെ R' ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എസ്റ്റർ ആണ്. ഇതാണ് നമ്മുടെ എന്ത്, എസ്റ്റർ. പിന്നെ എന്ത് കിട്ടും, നമുക്കൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടറും കൂടി ഫോം ചെയ്യും. എന്ത് കിട്ടും, വാട്ടറും കൂടി ഫോം ചെയ്യും. ഇതാണ് എന്ത്, എസ്റ്റെറിഫിക്കേഷൻ റിയാക്ഷൻ. എന്താണ് സംഭവിക്കുന്നത്, ഒരു ആസിഡും ഒരു ആൽക്കഹോളും കൂടി നമ്മൾ എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് എസ്റ്റർ ഫോം ചെയ്യും. എസ്റ്ററിന്റെ ഫോം എന്താണ്, RCOOR' അല്ലെങ്കിൽ RCOOR. ഓക്കെ, ഇതാണ് എന്ത്, ഒരു എസ്റ്ററിന്റെ ഫോം. നമുക്കൊരു ഉദാഹരണം നോക്കാം. എന്തെടുത്തു, CH3COOH, CH3COOH ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ എന്തെടുത്തു, എന്താണ് C6H5 അല്ലെങ്കിൽ C2H5OH ആക്കാം അല്ലേ. എന്ത് ചെയ്തു, ഞാൻ അതിനെ കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസിൽ, കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ്റ്റർ കിട്ടും. എങ്ങനെയാണ് എസ്റ്റർ ഫോം ചെയ്യാം, CH3 എസ്റ്റർ നോക്കാം. എന്താണ് എസ്റ്റർ, എങ്ങനെയാണ്, CH3 പിന്നെ എന്ത് വരും, COOC2H5. ഇതാണ് എന്ത്, നമ്മുടെ എസ്റ്റർ. CH3COOC2H5 ഇതാണ് നമ്മുടെ എന്ത്, എസ്റ്റർ എന്ന് പറയുന്ന ആള്. ഓക്കെ, COO വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇടയിൽ COO വന്നാൽ അതാണ് നമ്മുടെ എസ്റ്റർ. ഇനി വെറും CO ആണെങ്കിൽ അത് നമ്മുടെ കീറ്റോൺ ആണ്, ഓർക്കാം. എന്താണ്, COOOH ആണെങ്കിൽ അത് ആസിഡ് ആണ്. RCOOR' ആണെന്നെങ്കിൽ അത് എസ്റ്റർ ആണ്. ഇനി RCOR' ആണെങ്കിൽ അതെന്താണ്, കീറ്റോൺ ആണ്. ഓർത്ത് വെക്കുക, ഓരോന്നിന്റെ ഫോമിലും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി, അല്ല ഈ ക്വസ്റ്റ്യൻ ഫുൾ ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഇതെന്താണ്, ക്ലോറിനും റെഡ് ഫോസ്ഫറസും നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു. ഇതെന്താണ്, ഒരു ആസിഡ് ആണ്. ആസിഡിന് എന്ത് ചെയ്യും, നമ്മളൊരു ഹാലജനും അതുപോലെ തന്നെ റെഡ് ഫോസ്ഫറസും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ആ റിയാക്ഷന്റെ പേരെന്താണ്, HVZ റിയാക്ഷൻ ആണ്. ഇവിടെ എന്താണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക, ഫസ്റ്റ് റിയാക്ഷന്റെ പ്രൊഡക്റ്റ് നോക്കാം. എന്താണ്, CH3CH2COOH ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു ആസിഡ് ആണ് അല്ലേ. ആസിഡിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹാലജൻ, ഇവിടുത്തെ ഹാലജൻ ആണ് ക്ലോറിൻ, അതുപോലെ തന്നെ റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. എന്ത് കിട്ടും, ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് തൊട്ടടുത്ത് നിൽക്കുന്ന കാർബണാണ് നമ്മൾ എന്തെന്ന് പറയാം, ആൽഫ കാർബൺ എന്ന് പറയാം. ആ ആൽഫ കാർബണോട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഹാലജൻ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ എന്താണ്, ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. എന്താണ്, ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. ഈ റിയാക്ഷന്റെ പേരാണ് എന്ത്, HVZ റിയാക്ഷൻ. എന്താണ്, HVZ റിയാക്ഷൻ. നെക്സ്റ്റ് എന്താണ്, കമ്പയർ ദ അസിഡിക് സ്ട്രെങ്ത് ഓഫ് ദ എബവ് പ്രൊഡക്റ്റ് വിത്ത് ദാറ്റ് ഓഫ് CH3CH2COOH. അതായത് എന്താണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, CH3CH2COOH അതോ നമുക്കിപ്പോ കിട്ടിയ ആൽഫ ഹാലോ ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡിനാണോ നന്നായിട്ട് റിയാക്ഷൻ, അതായത് നന്നായിട്ട് റിയാക്ടിവിറ്റും അസിഡിറ്റി ഒക്കെ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. CH3COOCOHനാണോ അതോ CH3 CHClCOOHനാണോ എന്ത് കൂടുതലാണ് ചോദിച്ചിട്ടുള്ളത്, അസിഡിക് സ്ട്രെങ്ത്.
അസിഡിക് സ്ട്രെങ്ത് ഇയാൾക്കാണോ അതോ ഇയാൾക്കാണോ കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ് കൂടുതൽ? കൂടുതലുള്ള ആള് നമ്മുടെ എന്ത് ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡിനാണ് എന്ത് നമ്മുടെ അസിഡിക് സ്ട്രെങ്ത് കൂടുതലും. എന്ത് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ ആർക്കാണ്? ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡിനാണ് എന്ത് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ. കാരണം എന്താണ്? ഇവരെ ഈ Cl എന്ത് കൊടുക്കും? നമുക്കൊരു പ്ലസ് ആയി എഫക്ട് നമ്മുടെ റിയാക്ഷൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കാണ് എന്ത് അസിഡിക് സ്ട്രെങ്ത്. ഈ ക്ലോറിൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഹാലജൻ ഗ്രൂപ്പ് അവിടെ വരുമ്പോൾ ഇവർ അസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവർക്കാണ് എന്ത് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ. നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ? ഹൗ വിൽ യു പ്രിപ്പയർ പ്രൊപ്പൻ 2-ol യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജന്റ്? ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രൊപ്പൻ 2-ol ഉണ്ടാക്കാം നോക്കാം. പ്രൊപ്പൻ 2-ol എങ്ങനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം നോക്കാം. അപ്പൊ ഓർത്ത് വെക്കുക, ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ വേറെ റിയാക്ഷൻ നമ്മൾ പഠിച്ചു. എന്ത് ആൽക്കൈൻ നൈട്രേറ്റിൽ നിന്ന് കീറ്റോൺ ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അപ്പൊ ഓർത്ത് വെക്കുക, ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്താണ്? അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തുണ്ടാക്കണം? പ്രൊപ്പൻ 2-ol ഉണ്ടാക്കണം. അപ്പൊ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെൻസാൽഡിഹൈഡ് എടുത്തു, ഒരു സിമ്പിൾ ആൽഡിഹൈഡ് എടുത്തു, എത്തനാൽ എടുത്തു. അതിന് ഞാൻ എന്ത് ചെയ്യും? ഗ്രിഗ്നാർഡ് റിയേജന്റ് ഞാൻ എടുക്കുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CH3MgBr ആണ്. അതിന് എന്ത് വേണം? നമ്മൾ ഇതിനെ ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. എന്താണ്? ഡ്രൈ ഈതറിന്റെയും അതുപോലെ തന്നെ H3O+ ഹൈഡ്രോളിസിസ് ആണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പൻ 2-ol കിട്ടും. CHOH CH3 പ്രൊപ്പൻ 2-ol നമുക്ക് എന്ത് കിട്ടും? ഇതാണ് എന്ത് നമ്മുടെ റിയാക്ഷൻ. പ്രൊപ്പൻ 2-ol നമുക്ക് എന്ത് കിട്ടും? റിയേജന്റ് ആയിട്ട് കിട്ടും. CH3 CH2O എന്താണ്? CH3 ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ആണ്. CH3CHO നെ CH3MgBr മാറ്റി എന്ത് ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ എന്ത് ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പൻ 2-ol നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? റിയാക്ഷൻ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റിൽ വരുന്ന റിയാക്ഷൻസ് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒന്ന് പറഞ്ഞു, കീറ്റോൺ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആൽക്കൈൻ നൈട്രേറ്റ് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇത് വേറൊരു റിയാക്ഷൻ ആണ് എന്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അപ്പൊ ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്താണ്? അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ്. അപ്പൊ ഗ്രിഗ്നാർഡ് റിയേജന്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൽഡിഹൈഡ് ഫ്രം ദ ഫോളോവിങ് റിയാക്ഷൻ? ഇത് നമുക്ക് എങ്ങനെയാണ് ബെൻസാൽഡിഹൈഡ് കിട്ടി? നമുക്ക് പറഞ്ഞു എന്താ ടൊളുവിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് കിട്ടി. അപ്പൊ ഇവിടെ വരുന്ന റിയേജന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വരുന്ന റിയേജന്റ് ഏതാണ്? ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം. ടൊളുവിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ്? എട്ടാഡ് റിയാക്ഷൻ ആണ്. എന്താണ്? എട്ടാഡ് റിയാക്ഷൻ ആണ്. അപ്പൊ എട്ടാഡ് റിയാക്ഷന്റെ റിയേജൻസ് എന്തൊക്കെയാണ്? എട്ടാഡ് റിയാക്ഷന്റെ റിയേജൻസ് എന്ന് പറയുന്നത് CrO2 Cl2 അതുപോലെ തന്നെ CS2. ഇവിടെ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇതാണ് എന്ത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എട്ടാഡ് റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എട്ടാഡ് റിയാക്ഷന് സ്റ്റീഫൻ റിയാക്ഷന് കന്നിസാരോ റോസൻമുണ്ട് റിയാക്ഷൻ ക്ലെമൻസൺ അതുപോലെ തന്നെ ഗട്ടർമാൻ കോച്ച്. ഇത്രയും ഈ ഒരു 6 റിയാക്ഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ആൽഡോൾ കണ്ടൻസേഷൻ. ഈ റിയാക്ഷൻസ് ഒക്കെയാണ് എന്താ റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. റോസൻമുണ്ട്, ക്ലെമൻസൺ, കന്നിസാറോ, ഇതൊക്കെ എന്താ ചെയ്യുക? ഓർത്ത് വെക്കാം. അതിനൊക്കെ റിയേജൻസ് ഓർത്ത് വെക്കാം. റിയേജൻസ് ഓർത്ത് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. നമുക്ക് അത്രയും ഒരു 10 മാർക്ക് അല്ലെങ്കിൽ അതിന്റെ എബവ് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത് ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് ഈ നമ്മുടെ ഈ നെയ്മഡ് റിയാക്ഷൻസും അതിന്റെ റിയേജൻസും ആ ഒരു റിയാക്ഷൻസ് എന്ത് ചെയ്യാൻ നന്നായിട്ട് എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ കുറച്ച് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസും ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ഷനും റിഡക്ഷൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യാൻ. നമ്മൾ ഒരു ആൽഡിഹൈഡ് റിഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കീറ്റോൺ കിട്ടും. ഇങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ കൂടി ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റും? ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ആ റിയാക്ഷൻസ് നെയ്മഡ് റിയാക്ഷൻസ് നമ്മുടെ കുറച്ച് റിയാക്ഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇതിന് പഠിച്ചാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻസും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ എന്നിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഓർഗാനിക് റിയാക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എല്ലാം കാണാം, നന്നായിട്ട് പഠിക്കാം. ഈ റിയാക്ഷൻസ് ഒക്കെ എഴുതി തന്നെ പഠിക്കാം. അപ്പൊ ഇതിന്റെ റിയേജൻസും ഓർത്ത് വെക്കാം, സ്റ്റാർട്ടിംഗ് മെറ്റീരിയലും അതുപോലെ തന്നെ പ്രൊഡക്റ്റും ഓർത്ത് വെക്കാം. അതിന് എന്ത് റിയാക്ഷന്റെ പേരും കൂടി ഓർത്ത് വെക്കാം.
ഇത്രയും എന്താ ചെയ്യുക എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിയും. അതുപോലെ തന്നെ ഇതിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. ഡയറക്റ്റ് ഉണ്ടാവില്ല വാട്ട് ഈസ് എന്താണ് ക്ലെമൻസൺ റിയാക്ഷൻ, വാട്ട് ഈസ് സ്റ്റീഫൻ റിയാക്ഷൻ എന്നാവില്ല ചോദ്യം വരിക. ഇതുപോലെ എന്ത് ചെയ്യും, അതിന്റെ പ്രൊഡക്റ്റ് തന്നിട്ട് അതിന്റെ റിയേജന്റ് ഏതാണ്, അല്ലെങ്കിൽ എന്താണ് റിയാക്ഷൻ തന്നിട്ട് അതിന്റെ പ്രൊഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ റിയാക്ഷൻ തന്നിട്ട് അതിന്റെ നെയിം എന്താണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യും ഇൻഡയറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. താങ്ക് യു.